ആർട്ടിസ്റ്റിന്റെ ബാധ്യതയാണ്, അക്യൂസ്ഡാണ്, അത് ശരിയാണ്. പക്ഷേ കാലതാമസം നേരിടും, എത്ര വർഷങ്ങൾ ഇത് പോകും. അതേസമയം നമ്മുടെ കയ്യിൽ ശക്തമായ തെളിവുണ്ടെങ്കിൽ, ഇന്നത്തെ കാലത്ത് തെളിവുണ്ടാക്കാനാണോ പാട്? ടെക്നോളജി ഇത്രയും വളർന്നു, 2024 എന്നിട്ടും സ്ത്രീകൾക്ക് ധൈര്യം വന്നിട്ടില്ല, ഭയപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് നമ്മൾ കുറച്ചുകൂടി മനസമാധാനത്തോടുകൂടി ജോലി ചെയ്യാൻ ഒരു ഇടം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നമ്മളിൽ ചിലർ രക്തസാക്ഷി ആവുക എന്നതാണ്. അത് നമ്മൾ ആയേ പറ്റൂ, എന്നാലേ ഇവിടെ ഒരു ചരിത്രം ഉണ്ടാവുള്ളൂ. എത്ര പേരുടെ രക്തസാക്ഷിത്വത്തിന് ശേഷമാണ് ഇവിടെ ചരിത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അല്ലേ? സ്വാതന്ത്ര്യമാകട്ടെ മറ്റെന്ത് രീതിയിലുള്ള ചരിത്രങ്ങളും ഉണ്ടായത് പലരും പല രീതിയിലും ആക്രമിക്കപ്പെട്ടിട്ടും മരണപ്പെട്ടിട്ടും ഒക്കെ തന്നെയാണ്. അത് സ്ത്രീകൾ മനസ്സിലാക്കണം. ഓരോ ദിവസവും വെളിപ്പെടുത്തലായിട്ട് വരുന്നത് ഓരോരുത്തരുടെ പേരുകൾ, ഒരിക്കലും ചിന്തിക്കാത്ത പേരുകൾ പോലെയാണ്. ഇപ്പൊ ഹരിഹരനെതിരെയാണ് വീണ്ടും ഒരാരോപണം ഉണ്ടാകുന്നത്. ഇപ്പൊ ഹരിഹരന്റെ സിനിമകളിലൊക്കെ ഡബ് ചെയ്ത ഒരാളാണ്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, അതായത് നേരത്തെ ഈ ഹരിഹരൻ എന്നുള്ള ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്? ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഇപ്പൊ ഈ ആരോപണം വന്നിരിക്കുന്ന, അതായത് ഭാഗ്യ ചേച്ചി പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഭാഗ്യ ചേച്ചിയുടെ ഒരു അഭിപ്രായത്തിൽ നടന്മാർ, പ്രത്യേകിച്ച് അമ്മയിലെ മെമ്പേഴ്സ് മാത്രമാണ് പ്രശ്നം. പിന്നെ WCC പെപ്കെ അങ്ങ് ഒഴിവാക്കിയേക്കാനാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അതായത് ഇരകൾക്കൊപ്പം നിൽക്കണം എന്നുമുണ്ട്, എന്നാൽ ഇരകൾ വാ തുറന്ന് ഇവരുടെ കൂട്ടുകാരെ പറയാനും പാടില്ല. അതാണ് ചേച്ചിയുടെ പ്രശ്നം. ഹായ് ചേച്ചി, ഹായ് ഹായ് സയ്യ, ഹായ് ഹസീന. അതാണ് ഭാഗ്യം പറയണതൊക്കെ മൊത്തത്തില് കൊളാപ്സ്, കുരുവിഷന് അല്ല, ഇതൊക്കെ പോട്ടെ. ഭാഗ്യ ചേച്ചി ഭയങ്കര സത്യവതി സാവിത്രിയാണെങ്കിൽ ചേച്ചി കിട്ടിയ അവാർഡ് ആ തമിഴ് വോയിസ് കൊടുക്കുന്ന ആ സ്ത്രീക്ക് കൊടുത്തിട്ട് അത് ഒന്ന് മാറി നിൽക്കുന്നതല്ലേ നല്ലത്. അത്യാവശ്യം മനസ്സിലൊരല്പമെങ്കിലും നന്മയുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയുമോ മണിച്ചിത്രത്താഴിന്റെ ഡബ്ബിങ്ങിന്, മണിച്ചിത്രത്താഴ് ഡബ്ബ് ചെയ്യുമ്പോൾ ആ തമിഴ് നടിയുടെ തമിഴ് വേർഷൻ വരുന്നുണ്ടല്ലോ, ശോഭനയുടെ തമിഴ് വേർഷൻ വരുന്ന സമയത്ത് യറത് ആ സൗണ്ടിനാണ് ശരിക്കും പറഞ്ഞ അവാർഡ് കിട്ടിയത്. ആ സൗണ്ട് ഈ തള്ളയുടേതല്ല, അത് തമിഴിൽ ഉള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെയാണ്. അത് ഒരുപാട് കാലങ്ങൾക്കിപ്പുറം, അതായത് ഇതിപ്പോൾ 10-20 വർഷമായല്ലോ, സിനിമ ഇറങ്ങിയിട്ട് കുറേ നാളായല്ലോ, കാലങ്ങൾക്കിപ്പുറം ഈ സംഗതി പാസിൽ പുറത്ത് പറയുമ്പോൾ മാത്രമാണ് ചേച്ചി ഇത് സമ്മതിക്കുന്നത്. അതുവരെ ചേച്ചി വിചാരിച്ച എന്താ, ചേച്ചിയാണ് ഇതിന്റെ ആളെന്ന്. ഒന്നാം തരം ഭാഗ്യ ചേച്ചി കള്ളിയാണ് 100 വട്ടം കള്ളിയാണ്. ഡബിൾ സ്റ്റാൻഡാണ് അവർക്കൊരു സ്റ്റാൻഡും ഇല്ല. അവരാകെ ഒരു കൂതറ സ്റ്റാൻഡാണ്, അല്ലാതെ അവർക്ക് ഒരു സ്റ്റാൻഡും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വാസ്തവത്തിൽ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞു, നമ്മളാൽ മറ്റൊരാൾക്ക് കിട്ടേണ്ട ഒരു അവാർഡ് നമ്മളെടുത്ത് സുഖിച്ച്, അത് അവാർഡിന് മണിയൊക്കെ ഉണ്ട്, അവാർഡിന് പൈസയുണ്ട്. പിന്നെ ഈ നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഒരു സുനാ മാത്രം കൊടുക്കുന്നതല്ല, അതിനൊരു എമൗണ്ട് കിട്ടും, സ്വീകരണം ഉണ്ടാവും, സ്വീകരണ ചടങ്ങുകൾ ഉണ്ടാവും, പിന്നെ അനുബന്ധമായി ചിലയിടങ്ങളിൽ പോകും. അപ്പൊ ഇവരൊക്കെ ചാനലിൽ വന്നൊരു ഇന്റർവ്യൂ ഒക്കെ തരുന്നില്ല, അതിനൊക്കെ കാശ് കൊടുക്കണം. ഫ്രീക്കൊന്നുമല്ല ആരും ചാനലിൽ പോയിരിക്കുന്നത്. ചില ആൾക്കാർ അത്യാവശ്യം ഇത് അറ്റൻഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനപ്പുറം ഇവർക്കൊക്കെ പൈസ കൊടുക്കണം, മനസ്സിലായില്ലേ? അവർക്കൊരു സ്റ്റാൻഡും ഇല്ല. ഭാഗ്യേച്ചി എന്താ ഇങ്ങനെ? ചേച്ചിയുടേതാ കുറ്റി പ്രശ്നത്തിലാണ്, അതുകൊണ്ടാണ്. ചേച്ചിയുടെ ഒരു പൂക്കുറ്റി അതിനകത്തുണ്ട്, അതുകൊണ്ട് ചേച്ചി പറയണതാ. ചേച്ചി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ചേച്ചി വളരെ ജെന്യുവിനാണ്. ചേച്ചിയുടെ കുറ്റിക്ക് വരുന്ന പ്രശ്നം ചേച്ചിക്ക് സഹിക്കാനാവത്തില്ല. ഇതിൽ പണി കിട്ടിയത് അറിയുന്നത് രേവതിക്കാണ്. ഇപ്പൊ രേവതിയെയും റീമ കല്ലിങ്ങിനെയും ഇവർ ആക്രമിക്കുന്ന എന്തിനാണെന്ന് അറിയാമോ? ഫെഫ്കയ്ക്കെതിരെ അവർ നിൽക്കുന്നത് കൊണ്ടാണ്. രേവതി മൈൽഡായി, കാരണം രേവതിയുടെ കുറ്റിയാണ് രഞ്ജിത്ത് പിടിച്ച ഉടനെ തന്നെ രേവതിക്ക് മനസ്സിലായി പണി പാലും വെള്ളത്തിൽ കിട്ടി, വേണ്ടിയിരുന്നില്ല, എന്തോ എന്നുള്ള ടൈമിലേക്ക് രേവതി എത്തിയിട്ടുണ്ട്. റീമയെ പിടിക്കാൻ ഒക്കത്തില്ല. അപ്പൊ റീമയ്ക്കെതിരെ എന്തോന്നാണ്, ഡ്രഗിന്റെ സാധനം കൊണ്ടൊന്ന് അങ്ങ് അടിച്ചു കൊടുക്കുക. നിവിൻ പോളി പെടില്ല, കാരണം ഇന്നിപ്പോ നമ്മുടെ മൊട്ടയരുൺ ഒരു ഇത് ചെയ്തിട്ടുണ്ട്, അതിലെ പെണ്ണിനെ അങ്ങ് തേച്ചൊട്ടിച്ചങ്ങ് വിട്ടുകൊടുത്തിട്ടുണ്ട്. അത് എടുത്തോണ്ട് വരാൻ ഞാൻ ഇപ്പോഴല്ല, അതിനകത്തുണ്ട്. നിവിൻ പോളി പെടില്ല. നമുക്ക് നൈറ്റ് അത് ഡിസ്കസ് ചെയ്യാം, ഇപ്പോഴല്ല. ഞാൻ കുറച്ചുകൂടെ കാണാനുണ്ട്, അതുകൊണ്ടാണ്. അരുൺ കൊല്ല വിളിച്ചിട്ടുണ്ട് അവളെ, കള്ളിയാ, വെറുതെ പറഞ്ഞതാ. സെക്സ് റാക്കറ്റിന്റെ ഇതിനകത്ത് പെട്ട് കാണും. അങ്ങനെ പെൺപിള്ളേർ പെടുന്നുണ്ട്, അതെനിക്ക് ഓക്കെ, അത് ഞാൻ കേട്ടിട്ടുണ്ട്. പൂട്ടിയൊക്കെ ഇടുക. എന്ത് WCCയിലുള്ള പെണ്ണുങ്ങളെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം ഇതിൽ ഉറച്ചു നിൽക്കുന്നതാണ് പാർവതി തിരുവോത്തും റിമയും ഒക്കെയാണ് ഒരുപാട് ഉറച്ചു നിൽക്കുന്നത്.
മഞ്ജു വാര്യർ ആദ്യം തന്നെ അയ്യോ എനിക്കങ്ങനെയൊന്നും പ്രശ്നമില്ലെന്ന് പറഞ്ഞ ഒഴിഞ്ഞ്. പിന്നെ ആരാണ്? മൊട്ട അരുൺ വീട്ടില്ല, അത്ര തന്നെ. ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ ചേച്ചി. ചേച്ചി ആയി സുഖമില്ല ചേച്ചി, തലവേദനയാണ്. ഓക്കെ. ഈ പിന്നെ ഇപ്പൊ റീമയെ പറയണ എന്താണെന്നറിയാം, റീമ ഇതിനകത്ത് ഉറച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉറച്ചു നിൽക്കുന്നവരെയൊക്കെ അവർ വേറെ രീതിയിൽ ടാർഗറ്റ് ചെയ്യും. പിന്നെ ഇന്നിപ്പോ മൊട്ട അരുണിന്റെ ഇന്റർവ്യൂ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എന്തെന്നറിയാമോ, നിവിനെ ഇതിനകത്ത് പെടുത്തിയാലേ ഏറെ പേർക്ക് രക്ഷപ്പെടാൻ പറ്റൂ. കാരണം നിവിൻ ഇത് ചെയ്തിട്ടില്ല. നിവിൻ പോളി ചെയ്യാത്തൊരു കാര്യം നിവിൻ പോളിയുടെ തലയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിവിൻ അതിനെതിരെ നിൽക്കും. നിവിൻ ഫാൻസും അല്ലെങ്കിൽ നിവിനെ മനസ്സിലാക്കുന്ന കുറെ പേരും അയാൾക്കൊപ്പം നിൽക്കും. അത് മറ്റുള്ളവർക്ക് രക്ഷപ്പെടാൻ ഒരു ഇതാണ്. അതായത് ഗോവിന്ദചാമിമാര് ഏർപ്പാട് ചെയ്ത പെണ്ണാണ് ഇപ്പൊ സംസാരിക്കുന്നതെന്ന് അർത്ഥം. ഞാൻ കണ്ടു ചേച്ചി, ആ പെണ്ണ് പറയുന്നതെല്ലാം കള്ളമാണെന്ന് തോന്നുന്നു. അതെല്ലാം പൊട്ടത്തരവും കള്ളത്തരവുമാണ്, എല്ലാം കള്ളമാണ്. ആദ്യം പറഞ്ഞ് ഹോട്ടലിലെന്ന്, പിന്നെ പറയുന്നത് റൂമിലെന്ന്, ഫ്ലാറ്റിലാണെന്ന് പറയുന്നത്, പിന്നെ പറയുന്നത് ഫ്ലാറ്റിൽ 2 വർഷത്തേക്കുള്ള സാധനങ്ങൾ ഓൾറെഡി ഇതിനകത്ത് ഉണ്ടാകും, ഈ CCTVയിൽ ഉണ്ടാവും. ഫ്ലാറ്റ് വേണ്ട, അവിടെയോട്ട് വരുന്ന പോകുന്നവരുടെയൊക്കെ പിക്ചർ കിട്ടാൻ അതിന്റെ അടുത്തുള്ള കടകളിൽ അന്വേഷിച്ചാൽ മതി. നിവിൻ പോളി ഇല്ല, അത് ഉറപ്പാണ്. അജയ് കുമാർ പ്രഭാകരൻ, സ്ഥലം എവിടെയാ? സ്ഥലം ദുബായിയാ. 2 പ്രാവശ്യമായാലും എഴുതിയിടുന്നത്. എന്താണ് ഉദ്ദേശം? സ്ഥലം അറിഞ്ഞപ്പോ എന്ത് ചെയ്യാനാണ്? അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. കുറെ എണ്ണം ഇങ്ങനെ വരുന്നുണ്ട്, അതോടെ നിൽക്കട്ടെ. ഇവർ നേരത്തെ ഒരു പിന്നെ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് കുറെ പെണ്ണുങ്ങളുമായിട്ടൊക്കെ ഇരുന്ന് ഭയങ്കരമായിട്ട് വർത്തമാനം പറയുന്നുണ്ട് കേട്ടോ. വാർത്താ സമ്മേളനത്തിൽ ഇവർ ഭയങ്കര കുൽസിതം നടത്തുന്നതാണ്. നീ വെട്ടല് കണ്ടിട്ട് വരണ്ടല്ലോ, അതുകൊണ്ടാണ് മേലോട്ട് വിളിച്ചിട്ട്. ഇപ്പൊ പറഞ്ഞാൽ ഞാൻ ചിന്തിക്കാതെ ഇല്ല. ഇത് ഇവരെ ഇറക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഫെഫ്കയാണ്. കാരണം അവരോട് പറഞ്ഞിട്ടുള്ളത് ഫിലിം ഇൻഡസ്ട്രി നശിക്കാൻ പോവുകയാണ്. ബിക്കോസ് ആർക്കും നിൽക്കാക്കത്തില്ല. ഫിലിം ഇൻഡസ്ട്രിക്ക് ഒന്നും വരത്തില്ല. ഫിലിം ഇൻഡസ്ട്രി പ്യൂരിഫൈ ചെയ്യപ്പെടും. കുറച്ചുകൂടെ ആളുകൾ വിജിലന്റായി ഇവന്മാരുടെയൊക്കെ ചാൻസ് പോകും. ഇപ്പം പേര് കേട്ട എല്ലാ അവന്മാരുടെയും ചാൻസ് പോകും. രഞ്ജിത്തൊക്കെ ഇനിയിപ്പം വലിയ കഷ്ടപ്പാടായിരിക്കും. ഇനി അവന്റെ ഇതിനകത്ത് ഇപ്പം പറയുമ്പോൾ ഭയങ്കര ഗമയൊക്കെ എല്ലാവർക്കും പറയാം. സിദ്ദിഖ് ഇനി അഭിനയിച്ച ഒരു സിനിമ സക്സസ് ആവാൻ വളരെ ചാൻസ് കുറവാണ്. പേട്ടന്റെ കാര്യത്തിൽ ഏകദേശം എങ്ങനെയാണ് അതുപോലെയൊക്കെ തന്നെയാണ് സിദ്ദിഖിന്റെ കേസിൽ വരിക. സിദ്ദിഖിന് അങ്ങനെ ഒരു പേര്. അലൻസിയറൊക്കെ സിനിമയിൽ നിന്ന് നീക്കി നിർത്തേണ്ട ക്യാരക്ടറാണ്. വൃത്തികേടുകൾ മാത്രമേ പറയുന്ന ഒരുത്തനെ അവനെയൊക്കെ നീക്കി നിർത്തേണ്ടത് തന്നെയാണ്. നിവിൻ പോളി നിരപരാധിയാണ്, അത് ആ പെൺകൊച്ചിന്റെ പറച്ചിൽ കേട്ടാൽ അറിയാം. പക്ഷെ വേറെ എന്തോ ഒന്നുണ്ട്, ദ ഷോ മസ്റ്റ് ഗോ ഓൺ, അത് ന്യായം. പക്ഷെ നിവിൻ പോളിയുടെ കേസിൽ ഇപ്പൊ നിവിൻ പോളിയെ കൊണ്ടുവരുമ്പോൾ എന്താണെന്നറിയാമോ? അതിനകത്തുള്ള ലാഭം എന്താണെന്നറിയാമോ? നിവിൻ പോളി ഇതിനകത്ത് ഇല്ലല്ലോ. അപ്പൊ നിവിൻ പോളി നിരപരാധിത്വം വ്യക്തമാക്കാൻ വേണ്ടി നന്നായിട്ട് പ്രവർത്തിക്കും. അതിന് അനുബന്ധമായിട്ട് ഒരുപാട് പേര് വന്ന് പറയും. ഇപ്പൊ ഞാൻ ഉൾപ്പെടെ വന്ന് പറയും. അപ്പോ മറ്റേത് നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, ഇതിനെന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഈ ചോദ്യം പറഞ്ഞ് ഈ സപ്പോർട്ട് ചെയ്യുന്നവരെ കൂടെ കുഴപ്പത്തിലാക്കാനുള്ള ഒരു സൂപ്പർ ഐഡിയ ആണ് ഇത്. ഇത് ആര് മൂവി റിവ്യൂറാണ്. ഭർത്താവിന്റെ വീട്ടിൽ ക്യാമറ വെച്ചെന്നും അതെങ്ങനെ വെക്കാൻ പറ്റും, അതെങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ അവർ താക്കോലിരിക്കുന്നത് നിവിൻ പോളിക്ക് അറിയാമെന്ന്. നിവിൻ പോളിക്ക് ഇത്രയും ദാരിദ്ര്യം പിടിച്ച നിവിൻ പോളിയാ അന്ന് ദുബായിൽ പോയിട്ട് ഇത്രയും ദാരിദ്ര്യത്തിൽ പോയി ഈ പെണ്ണിന്റെ പിറകെ പോയെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞ നിവിൻ പോളിക്ക് കിട്ടണേ 2 പൊട്ടിക്കണം. ഇവിടെ ഇത്രയും ദാരിദ്ര്യോടാ നിനക്ക്. ഇവൻ തന്നെ ഏതൊരു സിനിമയ്ക്കകത്ത് ഒരു പെണ്ണിനെ ചോദിക്കുന്നുണ്ടല്ലോ, ഇതിന്റെ പിറകെ എന്തുവാ വല്ലാത്ത ജാതി. ഒന്നും പറയാനില്ല. വിശ്വസിക്കാൻ പ്രയാസമൊന്നല്ല, തീർത്തും അവിശ്വസനീയമായ ഒരു കാര്യം ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പൊ ഇനി മനസ്സിലായ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ ഇവര് കിടന്ന് കൊണ പറയണത്, ഈ സ്ത്രീക്ക് ഈ നല്ല 2 പെടയുടെ കുറവാണ്. റീമ സ്ട്രോങ് ആയി നിൽക്കുന്നിടത്തേക്ക് പിന്നെ ആ പ്രശ്നം കൊണ്ട് വന്നിട്ട് കാര്യമില്ല. അത് എന്നോട് ഇന്ന് രാവിലെ ചോദിക്കാം, ഞങ്ങളുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്താൽ ഈ മാധ്യമങ്ങൾ അതിന് ഉത്തരം പറയുമോ എന്ന് ചോദിക്കുമ്പോ എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിനക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നിന്റെ അടുത്ത് വന്ന ചോദ്യം ചോദിച്ച പെണ്ണിനെയല്ലേ 2 പൊട്ടിക്കേണ്ടത്. നിന്റെ അടുത്ത് എന്തിനടി അവളെ ഒന്ന് ചോദ്യം ചോദിക്കുന്നു? ഇവളെ വിചാരം എന്താണെന്നറിയാമോ? 2-3 ഗുണ്ടാ പെണ്ണുങ്ങളുണ്ടല്ലോ, ദിയാസന, ശ്രീലക്ഷ്മി അറക്കൽ, ഇവര് 3 പേരൂടെ ചേർന്ന് ഒരുത്തനെ തല്ലാൻ പോയി. അവൻ പറഞ്ഞ എന്താണെന്നറിയാം, അവർക്ക് ജെട്ടി വിടാൻ സമയം കൊടുക്കൂലായിരുന്നു ഈ സംവിധായകന്മാരെന്നാണ്. അതിനെതിരെ ഇവര് കേസ് കൊണ്ട് കൊടുത്തു. പോലീസ് വലിയ ആക്ഷൻ ഒന്നും കൊടുത്തില്ല. ഇങ്ങനെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് അവൻ 2 പൊട്ടിക്കാൻ കയറി. അവൻ 2 കൊള്ളേണ്ടത് തന്നെയാണ്, തർക്കമൊന്നുമില്ല. പക്ഷെ അതോടുകൂടി പുള്ളിക്കാരത്തി
മൊത്തം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു സ്ത്രീയായിട്ട് അങ്ങ് വാഴ്ത്തപ്പെട്ടതായിട്ടാണ് പുള്ളിക്കാരത്തിയുടെ ഒരു സ്വയം തോന്നുന്നു, സ്വന്തമായിട്ട് അങ്ങനെ ഒരു തോന്നലാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ആളുകൾ മയക്കും കൊണ്ട് ഓടിച്ചാല് നിങ്ങൾ പ്രതികരിക്കൂ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പറയാം. തള്ള വിചാരിക്കുമോ തള്ളയാണ് ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുന്ന ഒരു മഹത്വ വ്യക്തിയെന്ന്. അതാണ് പുള്ളിക്കാരത്തിയുടെ വിചാരം. ഈ വിഷയത്തിൽ ഈ ആർട്ടിസ്റ്റുകളെ ഇവൾ വഴക്ക് പറയുന്ന കാര്യമുണ്ട്. നിങ്ങളെന്തിനു പറഞ്ഞു, നിങ്ങളെന്തിനാ ഇനി പറയാൻ പോകുന്നത്, പണ്ട് നടന്ന കാര്യം പിന്നെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം, ഇങ്ങനെയൊക്കെ ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളുണ്ട്. ആകെ മൊത്തത്തിൽ ഇവര് കയ്യോടെ പൊക്കിയിട്ടുണ്ട് കേട്ടാ. ഹായ് ചേച്ചി, അശ്രോകമാണ്. ശ്രീലകം ശ്രീ, ഹായ് ഹായ്. ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ പിടിച്ച് ചോദിച്ചാൽ അറിയാം ആരാ പിന്നിലെന്ന്. ഹായ് അശോകം. നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം അങ്ങനെയുള്ള പേരുകൾ പുറത്തുവിടാൻ പാടില്ല. ആ പേര് പറയുന്നിടം സൈലന്റ് ആക്കണമെന്നും ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഒരു തെറ്റും ചെയ്യാതെ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഇവരെല്ലാവരും. അവർ അതുകൊണ്ടാണ് മുഖം കാണിച്ച് സംസാരിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നത്. ഒരുപാട് ഇത്രയും രോഷം വരുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ? വേദനയാണ്, സ്ത്രീകൾക്കുണ്ടാകുന്ന വേദനയാണ്. ഇവരോട് ആദ്യമേ ഞങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ ഒരിക്കലും കരയരുത്, നിങ്ങൾ ഒരിക്കലും കരയരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തുന്നത്. നിങ്ങൾക്കറിയാമോ? അവർ എന്നോട് ഇന്ന് രാവിലെ ചോദിക്കാം, ഞങ്ങളുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്താൽ ഈ മാധ്യമങ്ങൾ അതിന് ഉത്തരം പറയുമോ എന്ന് ചോദിക്കുമ്പോ എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല. മാധ്യമങ്ങളാണ് ഇതിന് ഉത്തരം പറയുന്നത്. മാധ്യമങ്ങളുണ്ട്. ഇങ്ങനെ കുറെ വാഴത്തോട്ടങ്ങളുണ്ട്. മിൽമയും സുനായും ചന്തിയും കാണിച്ചുകൊണ്ട് കുറെ എണ്ണ ഇങ്ങനെ ഇറങ്ങി നടപ്പുണ്ട്. എന്തിനാണെന്നറിയാമോ? ഉദ്ഘാടനത്തിനാണ്. പോയി ചാടി കൊടുക്കുന്നവരെന്തിനു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ലാത്ത ജാതി എന്തോ പറയുക. ഹായ് മറീന. എന്തല്ല ചേച്ചി ഈ ഫീൽഡിലൊക്കെ ഇതൊക്കെ എല്ലാ ഫീൽഡിലും ഇതൊക്കെ ഉണ്ട്. സഹജമാണെന്ന് വെച്ചാൽ സഹജപ്പെടേണ്ട കാര്യമൊന്നുമില്ല. തിരിച്ചു പറയേണ്ടത് തിരിച്ചു പറയുക തന്നെ വേണമല്ലോ. career அடிபட்டிருக்குன்னா அவங்க கண்டக்ட் பண்ணின பார்ட்டிஸ்னால தான் மோஸ்ட்லி. Where there was a lot of free usage of certain things which should never even be at a party, not even at an adult party. கொச்சி ரெய்ட் எல்லாம் விழுந்தப்போ யார் வீட்டுல விழுந்துச்சு ப்ரோ? ரீமா கல்லிங்கல் and அபு அவங்க பாய் ஃப்ரெண்ட் அந்த டைம்ல. Not asking ரீமா கல்லிங்கல் this question that நீங்க பண்ணீங்களா இந்த மாதிரி பெண்கள் முன்னேற்றத்துக்கு பண்ண போறீங்க? இந்த மாதிரி எத்தனை சினிமா இண்டஸ்ட்ரிக்கு ஃப்ரெஷ்ஷா வந்திருக்கிற சரக்கே அபலை பெண்களை நீங்க ஃபர்ஸ்ட் சரக்கு இன்ட்ரோடியூஸ் பண்ணிருக்கீங்க. அவங்க அரெஸ்ட் பண்ணி போட்டுல இருக்கு. நானே ஷாக் ஆனேன். வாட் அப்படின்ட்டு. அவங்க பார்ட்டிஸ்க்கு அடிக்கடி போற மலையாளம் மியூசிக் டைரக்டர்ஸ் எல்லாம் நிறைய சொல்லுவாங்க என்கிட்ட என்ன நடத்துவாங்க. ஐயோ நாங்க அவங்க பார்ட்டியில ஒரு சாக்லேட் தொடவே மாட்டோம் அப்படிங்குவாங்க. റീമ കല്ലിങ്ങലിനെതിരെ ഒരു തമിഴിലുള്ള പിന്നെ ഇത് പുള്ളിക്കാരത്തി പറയണ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സിമ്പിള്. അവർ കൊടുക്കുന്നത് ഡ്രഗ്സ് കൊടുക്കുന്നുണ്ട്, ഡ്രിങ്ക്സ് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഡ്രിങ്ക്സ് അടിക്കാത്ത പെണ്ണുങ്ങൾക്കൊക്കെ തുടങ്ങാനുള്ള സാഹചര്യം തുടങ്ങി കൊടുക്കുന്ന റീമ കല്ലിങ്ങലാണ്. പിന്നെ ഇവരെ വായിലോട്ട് ഒഴിച്ചു കൊടുക്കുകയല്ലേ. അത് ഞാൻ തർക്കം പറയത്തില്ല. എന്നാൽ പാർട്ടികളില് ഇപ്പൊ നമ്മുടെ നാട്ടില് കല്യാണ പാർട്ടി തന്നെ വയ്ക്കുക, കല്യാണം തന്നെ നടക്കണം എന്ന് വയ്ക്കുക. അടുക്കളയുടെ ഒരു ഭാഗത്ത് ഒരു സൈഡിൽ ഈ കുക്ക് ചെയ്യുന്നതിന്റെ ഒരു ഭാഗത്ത് കള്ള് ഉണ്ടാകും. അത് വേണമെന്നുള്ളൊരു പോയി കുടിച്ചാൽ മതി. എല്ലാവരും നിർവഹിച്ചു കുടിപ്പിക്കുകയൊന്നുമില്ല. പിന്നെ ചോക്ലേറ്റില് ഇതുണ്ടെന്ന് പറയുന്നു, ഏതാണ് ഡ്രഗ്സ് ഉണ്ടെന്ന് പറയുന്നു. ഇത് കഴിക്കുന്നവർക്കറിയാം ഇത് ഡ്രഗ്സ് ആണ്, കുഴപ്പമില്ല. എല്ലാവരും ഇപ്പൊ എല്ലാം കഴിക്കത്തില്ലല്ലോ. നമ്മൾ ഒരു താല്പര്യത്തിന് വേണ്ടി ഒരു പ്രാവശ്യം എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം ഭയങ്കരമായ നെഗറ്റീവാണ് വരിക. സിഗരറ്റ് വലിക്കണം എന്ന് നോക്കിയാൽ ചമച്ച് നമ്മുടെ അത്രയും കഷ്ടപ്പാടാണ് ആദ്യം സിഗരറ്റൊക്കെ വലിക്കുന്നവർക്ക് വരിക. രണ്ടാമത് കള്ളു കുടിക്കുന്നവർ ഛർദിച്ച് ഊപ്പാടഞ്ചു വരും. പിന്നെയും പോയി അത് കുടിക്കുന്നെങ്കിൽ അടിയുടെ കുറവല്ലേ. അപ്പൊ അമ്മ അതിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി അവര് തന്നെയല്ല. അതിന് റീമ കല്ലിങ്ങലിന്റെ വ്യക്തിയെത്തി ചെയ്യേണ്ടായിരുന്നു. ശരിയാണ്. പക്ഷെ റീമ അതിനെ എതിർക്കുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. ശരിയാണ്, പാർട്ടികളിൽ മദ്യം വിളമ്പാറുണ്ട്, പാർട്ടികളിൽ ഉണ്ടാകാറുണ്ട്. അത് വേണമെന്നുള്ളവർ ഉപയോഗിക്കുക, അല്ല ആരും നിർബന്ധിച്ച് കുടിപ്പിക്കുന്നില്ലല്ലോ. എന്തിനാ ഇവരുടെ പാർട്ടിക്ക് പോണേ? അപ്പോ കൊച്ചു പെണ്ണുങ്ങളെ കൊണ്ടുപോയി അല്ലെങ്കിൽ ന്യൂ കമേഴ്സിനെ കൊണ്ടുപോയി കുടിപ്പിക്കുന്നു എന്നാണ് റീമയ്ക്കെതിരെ പറയുന്നത്. അയ്യോ, അതൊരു വലിയ കുറ്റമാണോ? കൊണ്ടുവന്ന കൊടുത്ത കുടിക്കുന്ന എന്തിനാന്ന്? ഫീൽഡിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് പോകാതിരിക്കാനോ ഉപയോഗിക്കാതിരിക്കാനോ ഉള്ള ഒരു പരിപാടി ഇല്ലേ? അതല്ലേ അതിന്റെ ഒരു മാന്യത. അതിന് പകരം എങ്ങനെയാണോ പറയുന്നത്? മമ്മൂട്ടിയെ വിളിച്ചു, നിവർക്കൊന്നും പറയാനൊന്നുമില്ലേ?
ലൈംഗിക ചൂഷണം നേരിടുന്നതിനേക്കാൾ ഗുരുതരം. ലൈംഗിക ചൂഷണം നേരിടുന്ന ഒരു വ്യക്തിക്ക് ഓടാൻ ഇതിന്റെ സിനിമ വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാം. ഇതൊരു തലമുറയാണ് അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഡ്രഗ്സ് മാഫിയയെ കുറിച്ച്, അല്ലെ? അത് ആരാണ് പറഞ്ഞത്? എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗായികയാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഗായിക അവരുടെ മുഖം മറയ്ക്കാതെ അവർ വ്യക്തമായി അവർ പേര് പറഞ്ഞുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. അവരൊരു ഊമക്കത്ത് പോലെയൊന്നും അല്ലല്ലോ അത് വിട്ടിരിക്കുന്നത്. അന്വേഷിക്കേണ്ട ഒരു വിഷയമല്ലേ രാധിക ശരത് കുമാർ പറഞ്ഞതും? മലർന്നു കിടന്ന് തുപ്പണ്ട എന്ന് പറയുന്നവർ ഇപ്പോഴും അത് ഏത് സിനിമ സെറ്റ് എന്നോ ആരുടെ പടമായിരുന്നു എന്നൊന്നും അവർ പറയുന്നില്ല. തള്ളക്ക് എന്താണെന്ന് അറിയാമോ? തള്ളക്ക് അതിനകത്തേക്ക് ഇടിച്ചു കയറണമായിരുന്നു. തള്ള അതിനകത്ത് എങ്ങനെയും കയറി പറ്റി. തള്ളയാണ് ഇതിന്റെ A to Z ആളെന്നൊന്നും അറിയിക്കണമായിരുന്നു. അത് പറ്റുന്നില്ല. കൊച്ചു പിള്ളേർക്കാണ് അതിന് ആക്സെപ്റ്റൻസ് കിട്ടുന്നത്. പ്രത്യേകിച്ച് റീമയൊക്കെ പോലുള്ളവർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ പാർവതി തിരുവോത്ത്. ഇനിയിപ്പോ അവളും ഡ്രഗുകാരി എന്ന് പറഞ്ഞു ഒതുക്കാൻ പറ്റുമോ? ഇവരുടെ വീട്ടിൽ ഡ്രഗ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ സബ്ജക്റ്റ്. ആ ഡ്രഗ് മാഫിയ ഉണ്ടോ എന്ന് പറഞ്ഞാൽ അതൊക്കെ പോലീസിന്റെ അന്വേഷണ പരിധിക്കുള്ളിൽ വരേണ്ടത് തന്നെയാണ്. പക്ഷെ ഹേമ കമ്മിറ്റി വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു രീതിയിലുള്ള ഒരു ഡൈവോഷൻ ഇതിനകത്ത് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് പോലെ പോക്കൃത്തരം വേറെയില്ല. പ്രത്യേകിച്ച് ഭാഗ്യലക്ഷ്മിക്ക് നല്ല അടിയുടെ കുറവാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദ റീസൺ ബിഹൈൻഡ് അവർ പറയുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ ഒരു രൂപരേഖയില്ല. മോഹൻലാലിനോട് പറഞ്ഞാൽ 100% ഇതുണ്ടാകുമെന്ന് ആണോ? എന്നിട്ട് എത്ര പേര് അവിടെ പോയി പറഞ്ഞു? ആരും എന്താ മോഹൻലാലിനോട് പറയാൻ തയ്യാറാകാത്തെ? അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് അല്ലല്ലോ അയാള് പുതുമുഖ നടിമാർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടല്ലേ ചേച്ചി ഇന്നലെ ഒരു കോമഡി കണ്ട് മാവേലി കേരളത്തിൽ പോകാൻ നേരം മാവേലി വൈഫ് പറയാ പോകുന്നതൊക്കെ കൊള്ളാം, ഏതെങ്കിലും വാതിൽ മുട്ടി എന്ന് ഞാൻ അറിഞ്ഞാൽ വീട്ടിൽ കയറ്റില്ല എന്ന്. അത് കോമഡി ആയിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ അത് അനുഭവിച്ചവരുടെ വേദന മനസ്സിലാകും. അത്തരം കോമഡികൾ മാറിപ്പോകും. മനസ്സിലായില്ലേ? എന്നാ അങ്ങനെ ആവട്ടെ സ്മിത്ത്. കൂടുതൽ വെളുപ്പിക്കാതെ പോയി ചേച്ചിന്ന്. ആര്? ഞാനാ? ആരെ വെളുപ്പിക്കുന്നു? നിന്റെ തള്ളയെ വെളുപ്പിച്ച? എനിക്ക് നല്ല അടിയുടെ കുറവുണ്ടാവും. ഭയങ്കര തൻ്റെ ഇടമാണെങ്കിൽ ഇനി പോര്. കോട്ടയത്തുണ്ട് ഞങ്ങള്. ഇത് ആനമല എന്ന് പറയുന്ന സ്ഥലത്താ. ഫ്ലാറ്റിലാ താമസം. നിനക്ക് അടിക്കണമെങ്കിൽ നീ നേരിട്ടിക്ക് വാ. എന്റെ ചാമാനം ഞാൻ ചവിട്ടി പൊട്ടിക്കാൻ സമയമായി എന്ന് എനിക്ക് മനസ്സിലായി. ഇനി പോരെ, തന്നേക്കാം. റീമ അടിപൊളി. ഇവര് ആണ് ഇതിനെതിരെ നിന്നിട്ടുള്ളത്. സ്ട്രോങ് ആയിട്ട് നിന്നതിന്റെ റീസൺ ഒരു പക്ഷേ അന്ന് ഈ ഭാവനയുടെ ഇഷ്യൂ, എനിക്ക് പേര് പറയാമോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അതിജീവിതയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ 20 വർഷം തടവൊക്കെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വക്കീൽ എങ്ങനെയാ പറഞ്ഞത്. അപ്പൊ ഏതായാലും അതിജീവിതയെ അന്ന് ഇവര് സപ്പോർട്ട് ചെയ്തിരിക്കുകയും ഈ പറയുന്ന താൽക്കാലികമായി നിർത്തുന്നതിനല്ല അവനെ മൊത്തത്തിൽ മുച്ചൂട് മാറ്റണമായിരുന്നു ദിലീപിനെ. കാരണം അയാൾ ചെയ്ത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രൈമേ അല്ല. അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തുക തന്നെ വേണം. അത് ചെയ്തിരുന്ന ഈ പെൺകുട്ടികൾക്ക് സമാധാനമാകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ WCC എന്നൊരു സംഘടന ഉണ്ടാകില്ലായിരുന്നു. മാത്രവുമല്ല ആ സംഘടന ഇതുപോലൊരു തീരുമാനത്തിൽ എത്തുകയില്ലായിരുന്നു. ഒരുപാട് ഇഷ്യൂസ് അന്നും പറയുന്നുണ്ടായിരുന്നു. WCCയുടെ അന്നത്തെ ഒരു പ്രസ് മീറ്റിംഗിൽ ഒരു പെണ്ണ് വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് തീരെ സമയമില്ല, ഞാൻ പറയാനുള്ളത് പറയും, എന്നെ അങ്ങനെ മോശമായിട്ട് അവർ ഉപയോഗിക്കാൻ ശ്രമിച്ചിരുന്നു. അതൊരു വലിയ തിരിച്ചറിവല്ലേ? എന്തുകൊണ്ട് അന്ന് ആക്ഷൻ എടുത്തില്ല? സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഗവൺമെന്റിന് ഭയങ്കര കൈയുണ്ട്. 5 വർഷമായിട്ട് ഈ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി ഇതിന് റിസൾട്ട് എടുത്ത് ഇത്രയധികം എക്സ്പെൻസ് ഒക്കെ നടത്തി ഉണ്ടാക്കിയിട്ട് എന്തുകൊണ്ട് ഇത് ഹോൾഡ് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് സർക്കാരാണ് ഉത്തരം പറയേണ്ടത്. ഇപ്പോഴും അതിൽ നിന്ന് 100ഓളം പേജുകൾ ഹൈഡ് ചെയ്തിട്ടാണ് ഇവർ ഇതെടുത്തിട്ടുള്ളത്. അങ്ങനെ പറ്റത്തില്ല. പൂർണ്ണമായും ഇത് കൃത്യമായി എല്ലാ പേപ്പറും നമുക്ക് കാണണം എന്നുള്ളതാണ് ഡിമാൻഡ്. അത് ചെയ്യുക തന്നെ വേണമെന്നാണ്. ദിലീപ് ക്രൈം ചെയ്തോ ഇല്ലയോ എന്ന് കോടതിയല്ലേ പറയേണ്ടത് ചേച്ചി? എന്നാ ഞാൻ പറയണം അവൻ ക്രൈം ചെയ്തെന്ന്. ഞാനാണ് ഇപ്പൊ കോടതി. പോരെ? ക്രൈം ചെയ്തതിന് 100 തെളിവ് വെച്ചിട്ട് അവനെ പിടിച്ച് അതിനകത്ത് ഇടുകയും ചെയ്തിട്ട് പിന്നെന്തുവാ അവൻ ഇവളെ പിടിച്ച് ഞെക്കിയ? ഇല്ലല്ലോ. സ്ത്രീ പീഡകനല്ലല്ലോ. സ്ത്രീ പീഡനത്തിന് പ്രേരണ കൊടുത്ത ഗൂഢാലോചന നടത്തിയ ക്രിമിനലാണ് അയാള്. അയാളെ പിടിച്ചപ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ കോടതി അതിൽ ശക്തമായി ഇടപെടും. അത്രയും സ്ട്രോങ് എവിഡൻസ് കോടതിക്ക് കിട്ടിയിട്ട് തന്നെയാണ്. കൂറുമാറിയ ചില തൊട്ടികളൊക്കെ കൊണ്ടാണ് അയാൾക്ക് ആ ഒരു രീതിയിൽ ഒരു സേവിങ് ഉണ്ടായത്. കൂറുമാറ്റം നടത്തിയത് ഭാമയാണ്. ഇവളെ തല്ലാൻ കയറിയതിന് വിറ്റ്നസ് ആയതാണ് ഭാമ. സിദ്ദിഖ് ഉണ്ടായിരുന്നു, അവര് മാറിക്കളഞ്ഞു. ഇടവേള ബാബു ഉണ്ടായിരുന്നു, മാറിക്കളഞ്ഞു. ഇവരൊക്കെ കൂറുമാറുമ്പോൾ തന്നെ ഉദ്ദേശിച്ചു ഇവന്മാരൊക്കെ വലം കൈ ഇടം കൈയാണെന്ന്. പിടിച്ചിട്ടാൽ ക്രിമിനലാകും. ക്രിമിനൽ അല്ലാത്തവരെ പിടിച്ചിടുന്നവർക്ക് പണി കിട്ടും. അതറിയത്തില്ലേ? വിശാഖിന് അങ്ങനെ അറിയത്തില്ലേ? ചുമ്മാ ഒരാളെ പിടിച്ചിടാൻ എന്തുകൊണ്ട് ഇവിടുത്തെ കോടതിക്കെതിരെയും ബാക്കിയുള്ള നിയമ സംവിധാനങ്ങൾക്കെതിരെയും കേസ് കൊടുക്കുന്നില്ല? പിന്നെ ദിലീപ് എന്നെ വെറുതെ പിടിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് മനസ്സിലാവുന്നില്ലേ? കോടതിക്ക് സത്യമല്ലല്ലോ വേണ്ടത്, വിശാഖ് തെളിവല്ലേ വേണ്ടത്.
അതൊരു സത്യമാണ്. അച്ചുപ്പൊട്ടൻ ഇന്നലെ കളഞ്ഞിട്ട് വീണ്ടും വന്നാ ഇതെന്തോടെ ഹൈഡ് ചെയ്താലും പിന്നെയും വരുമോ നിങ്ങൾ? ഹലോ ഡിയർ, ഹായ്. അല്ല, ഇവനൊക്കെ ഇപ്പോഴും വക്കാലത്ത് പറയാനും മാത്രം മാനസിക വലിപ്പമുള്ള ഞരമ്പ് രോഗികൾ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ ഇത്തരക്കാരുടെ കമന്റ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അവന്റെയൊക്കെ വീട്ടിൽ അവന്റെ അമ്മയോ പെങ്ങളെയോ മകളെയോ ഒക്കെ ഇതുപോലെ കൊണ്ടുപോയി റേപ്പ് ചെയ്ത് കഴിഞ്ഞാലും പ്രയോജനമൊന്നുമില്ല. ആ പെണ്ണുങ്ങൾക്ക് നീതി കിട്ടത്തില്ല. കയറിയെങ്കിൽ ചത്ത് കളഞ്ഞാൽ മതി. കാരണം അവന്റെ വീട്ടിലെ പെണ്ണിന് ഇതുപോലെ സംഭവിച്ചാൽ ഇവ ഇത് തന്നെ പറയും, പേട്ടൻ നല്ലവനാണ്, പേട്ടൻ നല്ലവനാണ്, അല്ലേ? ഹായ് ചേച്ചി, സുഖമാണോ? ഈ സ്ത്രീ കിടന്ന് കത്തുന്നതിന്റെ ഒറ്റ കാരണമേ ഉള്ളൂ, ഇവർക്ക് WCC എന്ന് താഴ്ക്കണം. ഇപ്പൊ രേവതിയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട ആ പയ്യനെ ഇറക്കിയില്ലേ, അതും കേസ് എടുക്കത്തില്ല. കാരണം അവർ ഉഭയകക്ഷി സമ്മതത്തോട്, അവൻ തന്നെ പറയുന്നുണ്ട് എനിക്ക് സമ്മതമായിരുന്നു, ഞാൻ സമ്മതത്തോടുകൂടി ചെയ്തതാണ്, പീഡനമൊന്നും പറയാൻ പറ്റില്ല. പറ്റിച്ചോ ഇല്ലെന്ന് ചോദിച്ചാൽ അതൊരു പറ്റിപ്പാണ്. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവനെ പറ്റി ഒന്ന് തുലിയുരിച്ച് കാണിക്കാൻ പറ്റി എന്നതിനപ്പുറം രഞ്ജിത്തിനെതിരെയുള്ള ആ പയ്യൻ കൊടുത്ത കേസ് നിലനിൽക്കത്തില്ല. പക്ഷെ വേറൊരു പെണ്ണ് പറഞ്ഞില്ലേ, അത് നിലനിൽക്കും. മീനുവാ ആ പെണ്ണ് പറഞ്ഞത് നിലനിൽക്കും, തീർച്ചയായിട്ടും നിലനിൽക്കും. സിനിമാ ഫീൽഡ് പോയില്ല, സിനിമാ ഫീൽഡിൽ നിന്നുള്ള അഴുക്കുകളെല്ലാം പോയി, അത്രയേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട് കാണാൻ. കലികാലമല്ലേ, ഇതിന്റെ പേര് കലികാലം ഒന്നല്ല മോളെ. അതിൽ ഇവർ രണ്ടുപേരും പിന്നെ ഞാനും, അതിനെ കുറിച്ചാണ് ഇപ്പോ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഞങ്ങൾ 3 പേരും വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഫെഫ്ക എന്ന സംഘടനയിലുള്ള മറ്റ് പല വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മേക്കപ്പ്, കോസ്റ്റ്യൂംസ്, ഹെയർ ഡ്രസ്സേഴ്സ്, അങ്ങനെ എല്ലാവരും ഡബിങ്. ഈ ബാക്കി ഇരിക്കുന്ന പെണ്ണുങ്ങൾ എന്തിനടി കൊണ്ടുവന്നത്? അതിൽ തന്നെ ഉണ്ട് ഇവള് കള്ളിയാണെന്ന്. ഈ ഫെഫ്കെ കൂട്ടുപിടിക്കുന്ന ഇതിന് WCC അടിക്കാൻ വ്യക്തമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പെടുമെന്ന് നമ്മൾ വിചാരിച്ചു, പൊതുജനം വിചാരിച്ചത് അമ്മയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ പെടാൻ പോകുന്നത് ഫെഫ്ക ടീമാണ്. കാരണം ഫെഫ്കയ്ക്കായിരുന്നു പ്രഭാവർ ഗ്രൂപ്പിന്റെ ആവശ്യം. ഫെഫ്കയാണ് വിനയനെ വിലക്കിയത്. വിനയന്റെ കൂടെ കളിച്ചു എന്നുള്ളത് കൊണ്ടാണ് തിലകനെയും പിന്നെ നമ്മുടെ പൃഥ്വിരാജിനെയും ഒക്കെ ഇവർ വിലക്കിയത്. ഫെഫ്കയിലാണ് പ്രഷർ ഗ്രൂപ്പ് ഉള്ളത്, ആ പവർ ഗ്രൂപ്പ് ഉള്ളത്. അവരുടെ ഒരു ഭാഗം മാത്രമാണ് അമ്മ, അത്രയേ ഉള്ളൂ. അമ്മയിലുള്ള ചില ആളുകൾ അത്രയേ ഉള്ളൂ. കൊച്ചിയിൽ ചില അഡിക്ഷൻ ഹോസ്പിറ്റലിന് ചെക്ക് ചെയ്താൽ സത്യം അറിയാം. സോ മെനി ഡോക്ടേഴ്സ് നോ ദിസ് ഡ്രഗ് പാർട്ടി ഡാറ്റാസ് ത്രൂ ദെയർ പേഷ്യൻസ്. വക്കീലാണോ ചേച്ചി? അല്ല. ഹായ്. ദൗർഭാഗ്യ ലക്ഷ്മിയെ കേൾക്കുമ്പോൾ ചൊറിഞ്ഞു വരും. ഈ സ്ത്രീക്ക് നല്ല ഭ്രാന്താണ് കേട്ടോ, അല്ലാതെ ഒന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, അന്ന് കയറി ഒരാളെ അടിച്ചതിന്റെ ഒരു ഇതില് ആ ചെരുക്കിലാണ് പുള്ളിക്കാരത്തി എന്തോ സംഭവമാണെന്ന് ഇവിടെ കൊണ്ടിറക്കിയിരിക്കുന്ന മണ്ടന്മാര് വിചാരിക്കുന്ന. ഈ സ്ത്രീ ഒരു വേസ്റ്റ് വാഴയാണെന്നുള്ള തെളിവാണ്, ഇവരെ കൊണ്ടൊരു വാഴയ്ക്കേ ഒക്കൂലെന്നുള്ള തെളിവാണ് ഇപ്പോ സ്ത്രീകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിന് ഇവരിങ്ങനെ കുതികാലി വെട്ടിക്കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുവന്ന പെണ്ണുങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം അവരുടെ പ്രോബ്ലംസ് കണ്ടെത്തി അവരെ ഉപദ്രവിക്കാൻ മറ്റേ ടീമിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്നത്. ഇത് കൊണ്ടുവന്നത് സൂപ്പർ അല്ലായിരുന്നോ? നല്ലൊരു കാര്യമല്ലേ കൊണ്ടുവന്നത്. ഇനി പുതിയ അംഗങ്ങൾ, പുതിയ ആളുകൾ വരട്ടെ അമ്മയിൽ, അതാണ് കറക്റ്റ്. അത് മാത്രമല്ല, എന്താണെന്നറിയാമോ, പുതിയ ആക്ടേഴ്സും വരും. ഈ പഴയമാരുടെ കുത്തക അങ്ങ് മാറിക്കിട്ടും. ഇവരുടെ സിനിമകൾ വിജയിപ്പിക്കാൻ പോകരുത്. കുടുംബമുള്ള ഒരു സംവിധായകനൊപ്പം കുറെ കാലം ജീവിച്ച് വിട്ടുകളഞ്ഞ ഭാഗ്യലക്ഷ്മിക്ക് എന്ത് യോഗ്യത? അതിന് അവരുടെ പേഴ്സണൽ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ ആ സ്ത്രീ ഇപ്പൊ കാണിക്കുന്നത് പോക്കർത്തരമാണ്. അപ്പൊ അച്ഛാ പോക്കർത്തരമാണ്. കുറച്ച് പേരെയും പിടിച്ചോണ്ട് വന്നിരുത്തിയിട്ട് ഇപ്പൊ അങ്ങോട്ട് ഫെഫ്കയെ രക്ഷിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഈ ഒരു മലവെള്ളപ്പാച്ചിലാണ്. ഇതിനകത്തുനിന്ന് ഫെഫ്കെ എന്നല്ല, അമ്മയെന്നല്ല, ഒരു സാധനവും രക്ഷപ്പെടാൻ പോകുന്നില്ല. ധൈര്യസമേതം മുൻപോട്ട് വന്നിരിക്കുന്ന പെണ്ണുങ്ങൾ കൃത്യമായിട്ട് അത് ഹാൻഡിൽ ചെയ്തോളൂ. ഞെക്കി സംസാരിക്കുന്നു, ചുമ്മാതെ സ്ട്രെസ് ചെയ്ത് സംസാരിക്കുന്നു. എല്ലാവരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്നിവിടെ സംസാരിക്കാൻ വന്നിരിക്കുന്നത്. ആ പെൺകുട്ടി അന്ന് ഞങ്ങൾ 31-ാം തീയതി ഞങ്ങൾ എറണാകുളത്ത് വെച്ച് നടത്തിയ ഫെഫ്കയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളിലെയും സ്ത്രീകളുടെ ഒരു പൊതുയോഗം വിളിച്ചുകൂട്ടിയിരുന്നു. എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കാനാണ് ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്. സ്വാഭാവികമായി 100ഓളം സ്ത്രീകൾ അന്ന് പങ്കെടുത്തിരുന്നു. അതിൽ ഒരു 3 പേർ അവർ വന്നിറങ്ങുമ്പോൾ തന്നെ ആരോടൊപ്പമാണ് വന്നത്, എന്തിനാണ് വന്നത് എന്നുള്ളത് ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. കാരണം ഞങ്ങൾ ഇത് വളരെ ഓപ്പൺ ആയിട്ടുള്ളൊരു വിഷയമാകണം എന്നതുകൊണ്ട് തന്നെ 4 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ആ പൊതുയോഗം ഇവിടെ നടത്തിയത്. ആ പൊതുയോഗത്തിൽ 4 ഭാഗത്തു നിന്നും ക്യാമറ ഓരോരുത്തരെയും ഫോക്കസ് ചെയ്താണ് അത് നടത്തിയത്. അതിൽ ആദ്യം 2 പെൺകുട്ടികൾ
വളരെ സമചിത്തതയോടുകൂടി എത്രത്തോളം സമാധാനപരമായി നമ്മൾ അത് നേരിടണമോ അത്രത്തോളം സമാധാനപരമായാണ് സംസാരിച്ചത്. പിന്നീട് ഞാൻ സംസാരിക്കാൻ കയറിയപ്പോൾ ഞാൻ എന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ, എന്റെ ചെറുപ്പകാലത്തിൽ ഞാൻ 10 വയസ്സിലാണ് ഈ ഇൻഡസ്ട്രിയിൽ വന്ന് കയറുന്നത്. എനിക്ക് 16ാമത്തെ വയസ്സിലാണ് എനിക്കൊരു ദുരനുഭവം ഉണ്ടായത്. അന്ന് എനിക്കൊരു ദുരനുഭവം ഉണ്ടായപ്പോൾ ഞാൻ അവിടെ വെച്ച് തന്നെ മുഖപ്പടിക്കുന്നത് പോലെ പെരുമാറി എനിക്ക് നിന്റെ തൊഴിൽ എന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ സിനിമയിൽ ഇല്ലാതെ പോയില്ല. അതുപോലെ നമ്മൾ ഓരോരുത്തരും നമുക്കെതിരെ വരുന്ന ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക്, അത്തരത്തിലുള്ള സംസാരമോ പെരുമാറ്റമോ ഉണ്ടാകുമ്പോൾ അത് ശക്തമായി തന്നെ നമ്മൾ നേരിടണം. അങ്ങനെ നേരിടാനുള്ള ഒരു ശക്തി നമുക്കുണ്ടാകണം. കാരണം നമുക്ക് അത്തരത്തിലുള്ള ഒരു പ്രശ്നം എവിടെയും ഉണ്ടാകാം. ട്രെയിനിലുണ്ടാകാം, ബസ്സിലുണ്ടാകാം, തൊഴിലിടങ്ങളിലുണ്ടാകാം, റോഡിൽ ബസ് കാത്തു നിൽക്കുന്നവർക്കും ഉണ്ടാകാം. ആ ഇടത്തെല്ലാം നമ്മളെ ആരോ സംരക്ഷിക്കാൻ വരുമെന്ന് ഒരു സ്ത്രീയും കരുതരുത്. നമ്മളെ സംരക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന രീതിയിൽ ഞാൻ സംസാരിക്കുകയും ഒടുവിൽ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് സംസാരിക്കുകയും. സോറി സിസ്റ്റർ, ഷീ സെഡ് സം ഫാക്ട്സ്. സജിത് കുമാർ അവർ ഫാക്ട് പറഞ്ഞില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അവരിപ്പൊ ഈ കാണിക്കുന്ന പേക്കൂത്താണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇവര് അവിടെ നടത്തുന്ന പാർട്ടികളിൽ മയക്കുമരുന്നുണ്ട്, മയക്കുമരുന്ന് ലോബിയാണ് അത് നയിക്കുന്നതെങ്കിൽ അത് പറയാനുള്ള അവസരം ഇതല്ല. അഫ്കോഴ്സ് ഇത് അവർക്ക് മുമ്പേ അറിയാന്ന് അവർ പറയുന്നുണ്ട്, ശരിയല്ലേ? അവരുടെ വായ്ത്താളത്തിൽ അതല്ലേ പറയുന്നത്. ഇവർക്കിത് മുൻപേ അറിയാമെങ്കിൽ എന്തുകൊണ്ട് മുൻപേ അവർ പരാതിപ്പെട്ടില്ല? മറ്റതാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കൂടെ ബാധിക്കപ്പെടും. അതായത് ഇപ്പൊ ഇവർ നേരത്തെ പറഞ്ഞൊരു പോയിന്റാണ് അതിനകത്ത് വാല്യുബിൾ ആയിട്ട്. ഇതിൽ കൂടുതൽ റേപ്പുകൾ നടക്കാതിരിക്കാൻ ഞാൻ റേപ്പ് ചെയ്യപ്പെട്ട കാര്യം പബ്ലിക്കിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നൊരു ഉത്തരവാദിത്ത ബോധം ഇവർക്കുണ്ടാകണം. ആ ഉത്തരവാദിത്ത ബോധം ഇവർക്കില്ലാതെ ഇവരെന്തുകൊണ്ട് അത് മറച്ചു വെച്ചു? അത് ഒരു ചോദ്യമാണ്. അല്ലെങ്കിൽ അത് മറച്ചു വെക്കുന്നതിനൊരു റീസൺ അവർ പറയുന്നത് അക്സെപ്റ്റബിൾ ആണ്. ഇത് മറച്ചു വെക്കേണ്ട കാര്യം എന്തോ? ഇത് മറച്ചു വെക്കേണ്ട അവസ്ഥ എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് മാത്രവുമല്ല, ഇവർ പറയുന്നത് പോലെ പെൺകുട്ടികളെ ആരെങ്കിലും നിർബന്ധിച്ച് ഡ്രഗ് കൊടുത്തോ? അങ്ങനെ പോസിബിൾ ആണോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ പോസിബിലിറ്റി ആണെന്ന്? ഇപ്പൊ ഒൺസ് ഇൻ എ വൈൽ നിങ്ങൾ ഡ്രഗ് അഡിക്റ്റ് ആയി എന്ന് തന്നെ വെക്കുക. സപ്പോസ് ഡി അഡിക്ഷൻ സെഞ്ചുറി പോയാൽ നിങ്ങൾക്കത് റിക്കവർ ആയി വരും. നിങ്ങൾ ഇതിനകത്ത് കമ്പൽസറി കിടക്കണമെന്നാരും പറയത്തില്ല. ഡ്രഗ് പോലെ അല്ല സെക്സ് മാഫിയ. സെക്സ് എന്ന് പറയുന്നത് ഇതുപോലെ സെക്ഷലി പിള്ളേരെ ഉപയോഗിക്കുന്ന ഒരു വൃത്തികെട്ട ടേം സിനിമയിലുണ്ട് എങ്കിൽ അത് അടുത്ത തലമുറയും കൂടെ ദോഷം ചെയ്യും. ഡ്രഗ് എന്ന് പറയുന്നത് പോലീസിന് കയറി ഇടപെടാവുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് ആരുടെയും പരാതിയുടെ ആവശ്യമില്ല. എവിഡൻസ് ഉണ്ടെങ്കിൽ പോലീസ് കയറി പൂട്ടാവുന്ന കാര്യമാണ്. ഇതങ്ങനെയല്ല. ഇവർ പറയണം. ഇപ്പോഴത്തെ നിയമം അനുസരിച്ചിട്ട് ഇപ്പം ഈ പെണ്ണുങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് കേട്ട പോലീസിന് സ്വമേധയാ കേസെടുക്കാം. അങ്ങനെ പോലീസ് ചെയ്യുന്നില്ല എങ്കിൽ പോലും അങ്ങനെ ചെയ്യാം എന്നാണ് നിയമമുള്ളത്. ഡ്രഗിന്റെ കാര്യം അങ്ങനെയല്ല. ആരെങ്കിലും സൂചന കൊടുത്തു കഴിഞ്ഞാൽ വിത്ത് എവിഡൻസ് ഉള്ള ഒരു 1/2 ഗ്രാം കയ്യിലുണ്ടെങ്കിൽ പോലും അവനെ പിടിച്ചോണ്ട് പോകാം. തീർച്ചയായിട്ടും ചെയ്യും. ഇപ്പൊ ഒരു അമ്മ കാണിച്ചത് കണ്ടില്ലേ, മകന് കാപ്പ ചുമത്തിയ മകനകത്ത്. കാപ്പ എങ്ങനെയാ വരുന്നത്? ക്രിമിനൽ കേസുകളിൽ പെടുമ്പോൾ 4-5 കേസൊക്കെ ഒന്നിച്ച് വരുമ്പോൾ അവന് കാപ്പ കൊടുക്കും. അങ്ങനെയുള്ളവനെ കൊണ്ട് നാട്ടുകാർക്ക് ശല്യം എന്നുള്ളത് കൊണ്ടാണ് കാപ്പ ചുമത്തപ്പെടുന്നത്. ഈ ചുമത്തപ്പെട്ട കാപ്പയും കൊണ്ട് അതിനകത്ത് കിടക്കേണ്ടി വരും. അവനെ കാണാൻ പോയപ്പോൾ അമ്മച്ചി കൊണ്ടുപോയി കൊടുത്തത് കഞ്ചാവ്. അമ്മച്ചിയും പിടിച്ച് അമ്മച്ചിയും കൂടെ ചേർന്ന് ഇനി അതിനകത്ത് കിടക്കാം. അതാണ് കഥ. കഞ്ചാവിന് അങ്ങനെ ഒരു വശമുണ്ട്. ആ കാര്യമാണ് ഇവരുടെ കടന്ന് തുള്ളി തുള്ളി പറയുന്നത്. കൊടുക്കുന്ന ഡ്രിങ്കിൽ സ്പൈക്ക് ചെയ്യാം. ഭാഗ്യലക്ഷ്മി എന്തോന്നാ പറയുന്നത്? ആക്ച്വലി ഷീ ഈസ് ഹൈഡിങ് ആക്ച്വൽ പ്രോബ്ലം. അതാണ് കറക്റ്റ്. മെറീന സുനിൽ ഇപ്പോൾ സ്പൈ വർക്ക് ഈസ് വേറെ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറാറില്ലേ? മെറീന സുനിൽ ഇപ്പോൾ സ്പൈ വർക്കിന് വേറെ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറാറില്ലേ? സാറാ വീർ പിന്നെ മറീന സുനിലിന്റെ പിറകെ നടക്കണ എന്തിനാണ്? അവള് വളി വിട്ടതിന്റെ കളർ എന്താന്ന് അന്വേഷിച്ച് നീ നടക്കണ എന്തിനാണ്? മറീന സുനിലിനെ നീ ഇപ്പൊ പുറകെ പിടിക്കണ എന്തിനാണ്? നീയൊക്കെ കുറെ വൃത്തികെട്ട ജന്തുക്കളെ കൂടെ ചേർന്ന് നിന്ന് കാണിക്കുന്നതാണ് ന്യായം. ഇപ്പൊ നിനക്ക് മോഷണമൊന്നുമില്ലേ? വിസ തട്ടിപ്പൊന്നുമില്ലേ? അങ്ങനെ എന്തെങ്കിലും ആളുകളെടുത്ത് തുണി കൊടുക്കാന്ന് പറഞ്ഞിട്ട് പച്ച ചെട്ടി കൊടുക്കാന്ന് പറഞ്ഞ് പൈസ വാങ്ങിക്കുന്നുണ്ടോ? പിന്നെ നീ ഉടുത്തതും നിന്റെ അമ്മ ഉടുത്തതും നിന്റെ നാട്ടിലെ പെണ്ണുങ്ങൾ ഉടുത്തതുമായ ജെട്ടി എടുത്തോണ്ട് വന്ന് അവന് മണപ്പിക്കാൻ കൊടുക്കുന്നില്ലേ? അത്ര പ്രവർത്തിത്തൊന്നും അറിയുന്ന ചെയ്യുന്നില്ലല്ലോ. ആ ലച്ചു, നിനക്കൊരു സബ് വരുമോ? ഇപ്പൊ ഇല്ല, സബ് ഇപ്പൊ കൊടുക്കുന്നില്ല. ഇതുകൊണ്ടാണ് ആ മീറ്റിംഗ് അന്ന് അവിടെ അവസാനിപ്പിച്ചത്. ഈ നിങ്ങളുടെ മുൻപാകെ വന്ന് നിന്ന് സംസാരിച്ച പെൺകുട്ടി അന്ന് ആ മീറ്റിംഗിൽ എഴുന്നേറ്റ് നിന്ന് ഒരക്ഷരം മിണ്ടാതെയാണ് വരികയും പോവുകയും ചെയ്തത്. പക്ഷേ പുറത്തിറങ്ങി അവർ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ വളരെ എന്താ പറയാ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു വിഷയത്തിൽ ഇപ്പൊ എനിക്ക് മറ്റൊരാളെ കുറിച്ച് പറയാൻ യാതൊരു അവകാശവുമില്ല. എനിക്കുണ്ടായ ദുരനുഭവം സംസാരിക്കാം. അവർക്കൊരു ദുരനുഭവം ഉണ്ടായി എന്ന സാന്നിധ്യത്തിൽ ഒരിക്കലും സംസാരിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ അവർ പേരെടുത്ത് പറഞ്ഞു ഞാൻ സ്ത്രീ വിരുദ്ധതയാണ് കാണിച്ചത് എന്ന് പറഞ്ഞു. എന്ത് സ്ത്രീ വിരുദ്ധതയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. മാത്രമല്ല നിങ്ങൾ എല്ലാവർക്കും അറിയാം എന്ത് സ്ത്രീ വിരുദ്ധമാണെന്ന് മനുഷ്യനെ. ഈ ഫാന് കൂട്ടിയിട്ട് അത് വേണ്ട, കിട്ടുന്നില്ല. ചൂടെടുക്കണടാ. ഈ കഥ നടച്ചേരല്ലെങ്കിൽ മാധ്യമങ്ങളിൽ
സ്ത്രീ വിഷയവുമായി എന്ത് ചർച്ചയുണ്ടെങ്കിലും ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നെ ഒരു സ്ത്രീ വിരുദ്ധയായി പ്രഖ്യാപിക്കുകയും ഈ രണ്ട് പെൺകുട്ടികളുടെ മുഖം പേര് അവർ വളരെ വ്യക്തമായി പറയുകയും ചെയ്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അവർ മുഖം മറച്ചുകൊണ്ടാണ് സംസാരിച്ചത്, പക്ഷെ ഞങ്ങളെല്ലാം മുഖം കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോ ഇതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു വിഷയത്തെ ചൊല്ലി ഞങ്ങൾ 3 പേരെയും മാധ്യമത്തിന് മുൻപിലും സമൂഹത്തിന് മുൻപിലും വളരെ മ്ലേച്ഛമായി അവതരിപ്പിച്ച അവരോടുള്ള ഒരു എതിർപ്പാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത്. മാത്രമല്ല വളരെ സങ്കടത്തോടു കൂടി പറയണം, നിങ്ങൾ മാധ്യമങ്ങൾ ഞങ്ങളുടെയൊക്കെ പേര് പറയുമ്പോൾ എന്റെ പേര് പറഞ്ഞ് ഞാൻ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ 2 പെൺകുട്ടികളെ കുറിച്ച് അവരെന്താണ് പറഞ്ഞത്, അതിൽ സത്യമുണ്ടോ, അത് പറയാൻ പാടുണ്ടോ എന്നും ഈ മാധ്യമങ്ങൾ, പല മാധ്യമങ്ങളും ആലോചിച്ചില്ല. എത്ര ഗുരുതരമായ ഒരു പ്രശ്നമാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ കുടുംബത്തിൽ, അവരുടെ വീടുകൾ, അവരുടെ അമ്മ, അച്ഛൻ, ഭർത്താവ്, സഹോദരൻ, മക്കൾ എല്ലാവരെയും ബാധിക്കുന്ന രീതിയിലാണ് ആ വാർത്ത എന്ന് പോയിരിക്കുന്നത്. ഇതാണോ ഒരു വാർത്ത കൊണ്ടുവരേണ്ട രീതി? ഇങ്ങനെയാണോ ആ പെൺകുട്ടി പുറത്തു വന്ന് സംസാരിക്കേണ്ടത്? നിങ്ങളൊന്ന് പറയൂ. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതേപോലെ സ്ത്രീകൾ ജോലിക്ക് പോകുന്നവരുണ്ട്. ഇവിടെ ദുരനുഭവം ഇല്ലാത്തവരായി ആരും ഉണ്ടാവില്ല എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ദുരനുഭവം ഒരാൾക്ക് ഇല്ല എന്ന് കരുതി അതിനർത്ഥം എല്ലാവരും ഇങ്ങനെയാണ് ഇവിടെ തൊഴിൽ സമ്പാദിക്കുന്നത് എന്നൊരു അർത്ഥത്തിലാണ് ആ പെൺകുട്ടി സംസാരിക്കുന്നത്. ഞങ്ങൾ ഇതിനെതിരെ അതിശക്തമായി തന്നെ ഞങ്ങൾ പോരാടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കും എന്ന് മാത്രമല്ല, ഞങ്ങൾ പോലീസിലും പരാതി കൊടുക്കും. കാരണം ഒരു സത്യവുമില്ലാത്ത കാര്യം ഞങ്ങളുടെ പേര് സഹിതം, എന്റെ ഇതിന് അപ്പുറം ഈ 2 പെൺകുട്ടികളുടെയും പേര് സഹിതം പറഞ്ഞ് അപമാനിച്ചതിന് അവർ അനുഭവിക്കുന്ന മാനസിക വേദനയ്ക്ക് ഞങ്ങൾ ഇത് നിയമപരമായി തന്നെ നേരിടാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാൻ ഇതാണ്, ഞാൻ ഇവർ 2 പേരോടും സംസാരിക്കാനാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. നിങ്ങൾ സംസാരിച്ചു. നിങ്ങൾ പറയാനുള്ളത് പറയും, ഞാൻ പറഞ്ഞു തീർന്നു. നിങ്ങൾ പറഞ്ഞു. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ മലയാള സിനിമയിൽ ഈ കഴിഞ്ഞ വർഷം തന്നെ 250 പരം സിനിമകൾ ഷൂട്ട് ചെയ്തു. തൊഴിൽ നിഷേധമാണ് അവർ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആ 250 സിനിമ ഷൂട്ട് ചെയ്തതിൽ ഒരേ ഒരു സിനിമ മാത്രമേ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ, ആർഡിയൻസ് എന്ന് പറഞ്ഞ ഫിലിം. അല്ലാതെ ബാക്കിയുള്ള പടങ്ങളെല്ലാം ഇപ്പം നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അത് മേക്കപ്പ്മാന്റെ കൂടെ കിടന്നു കൊടുത്തിട്ടാണ് ആ സിനിമ നമുക്ക് കിട്ടുന്നതെന്നാണ് അവർ പബ്ലിക്കായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പടം ഞാൻ ചെയ്തപ്പോൾ അവർ അതേ സ്ഥാനത്ത് 4-5 സിനിമകൾ വർക്ക് ചെയ്യുകയും, അപ്പൊ അവരങ്ങനെയാണോ ഈ വർക്കുകൾ പിടിച്ചേക്കുന്നതെന്ന് അവരോട് നിങ്ങൾ ചോദിക്കണം. അതായത് മാധ്യമങ്ങളെ പഠിപ്പിക്കുന്ന പരിപാടിയാണ്. അവർ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഒരു ഭാഗം ഞങ്ങളോട് കൊണ്ട് ചോദിക്കണം, ഇതിലെന്താണ് സത്യാവസ്ഥ ഉള്ളതെന്ന് അറിഞ്ഞുകൊണ്ട് വേണം ഞങ്ങളുടെ പേരുകൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരിക്കലും ഇങ്ങനെയൊന്നും മാധ്യമങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളോട് ഒരു വാക്ക് പോലും ചോദിക്കുക, ഇവർ പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്നൊരു വാക്ക് പോലും ചോദിക്കാതെ ഞങ്ങളുടെ പേരുകൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പബ്ലിഷ് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെക്കാൾ കൂടുതൽ സിനിമകൾ വർക്ക് ചെയ്തത് അവരാണ്. എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾ തൊഴിൽ നിഷേധിക്കുന്നു, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ മാത്രം വിളിച്ച് വർക്ക് കൊടുക്കുന്നു. ഞാൻ ജോയിന്റ് സെക്രട്ടറി ആയതുകൊണ്ട് ഒരുപാട് ലേഡീസ് എന്നെ വിളിച്ചിട്ട് ആകെ മൊത്തത്തിൽ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് പവർ ഗ്രൂപ്പില് മെയിൻ കൊണാണ്ടേഴ്സ് ഇവറ്റകളാണ് എന്ന് മറ്റേ ഗ്രൂപ്പ് പറഞ്ഞു. അത്രയേ ഉള്ളൂ. അതിനാണ് റീമയെ പിടിച്ചു വെച്ചിട്ട് പൊരിക്കുന്നത്. റീമ ശരിയല്ല, റീമ ഫ്രോഡ്, റീമ വിറ്റു, റീമ തിന്നു, റീമ മയക്കുമരുന്ന്, പിന്നെ അധോവായുവിന് കള്ളറാണ്. ഇവിടെ അധോവായുവിന് മാത്രമല്ല, നമ്മൾ സംസാരിക്കുമ്പോൾ തെറിക്കുന്ന തുപ്പലിന് വരെ ഒരു കളർ ഉണ്ടാക്കുക. അതാണ് അപ്പുറത്തെ ടീം, അതറിയത്തില്ലേ? അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ, അല്ലാതൊന്നുമല്ല. അധോവായുവിന് കളറുണ്ടോയെന്ന് വെച്ചാൽ അതൊന്നും എനിക്കറിയത്തില്ല, ഞാനത് കളർ നോക്കിയിരിപ്പില്ല. എനിവേ, ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഭാഗ്യലക്ഷ്മിക്ക് നല്ലപോലെ കുരു പൊട്ടി ഇളകി വന്ന് നിൽക്കുകയാണ്. നിങ്ങളെ കുരു പൊട്ടി ഒലിക്കുകയെന്നല്ലാതെ ഇതിനകത്ത് ഒരു പ്രയോജനമില്ല. ഇവര് എല്ലായിടത്തും അങ്ങനെ ഭയങ്കര സക്സസ്ഫുള്ള ഈ സാധനമായി നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇവരുടെ കഴിവുകൊണ്ടല്ല എന്ന് തെളിയിക്കാൻ ഒരൊറ്റ കാര്യമേ ഞാൻ നിങ്ങളോട് പറയുന്നത്. മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ ഇവരുടെ ഡബ്ബിങ്ങിനാണ് ഇവർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവാർഡ് കൊടുത്ത ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ് വോക്കൽ, അതായത് തമിഴിൽ പറഞ്ഞ ആ ഒരു പോർഷനാണ് ഇവർക്ക് അവാർഡ് ജേതാവായി ഇവരെ നിശ്ചയിക്കാനുള്ള കാര്യം. കാരണം തമിഴിൽ അവരുടെ ആ ഒരു വോയിസ് മോഡുലേഷൻ അതാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവാർഡ് വാങ്ങി, അവാർഡ് തുക കൈപ്പറ്റി ഒക്കെ ചെയ്തു. വർഷങ്ങൾക്കിപ്പുറം ഫാസിൽ പറഞ്ഞു ആ വോയിസ് ഇവരുടേതല്ല. പലയിടങ്ങളിലും പോയി ഇവരതിനെ കോപ്പി അടിച്ചൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഞാൻ തന്നെയാണെന്ന് വരുത്തി തീർക്കാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് കാലങ്ങൾക്കിപ്പുറം ഫാസിൽ പറഞ്ഞു ആ വോയിസ് ഇട്ടത് തമിഴിലുള്ള ഒരു വോക്കൽ ആർട്ടിസ്റ്റാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പോഴെങ്കിലും മാനം മര്യാദയ്ക്ക് ആ സംഗതി അങ്ങ് തിരിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ആ പെണ്ണിനെ കൊണ്ടുപോയി അതിൻ്റെ ഒരു പങ്ക് കൊടുക്കാനോ ഷെയർ കൊടുക്കാനോ ഒന്നും ഈ സ്ത്രീ തയ്യാറായിട്ടില്ല. കള്ളിയുടെ മേൽ കള്ളിയാണ് ഇവർ. സ്വന്തമായിട്ട് ഒരു വ്യക്തിത്വമുള്ള സ്ത്രീയാണെങ്കിൽ അങ്ങനെ കിട്ടിയ ഒരു സാധനവും കൊണ്ട് എനിക്ക് അവാർഡൊക്കെ കിട്ടിയ മാലമളികയാണ് എന്നൊന്നും പറയത്തില്ലായിരുന്നു ഈ കാട്ടുമിരാണ്ടി തള്ള. പിന്നെ തള്ളക്ക് ഞാൻ പറഞ്ഞല്ലേ, ഈ ദിയാസനയെ പോലുള്ള കുറെ ഫ്രോഡ് പെണ്ണുങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ടിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കിട്ടിയ ഒരു അക്സെപ്റ്റൻസ് വെച്ചിട്ട് ഞൊളിഞ്ഞ് നടക്കുകയാണ് ഞൊളഞ്ഞോണ്ട്. അതേ എനിക്ക് ഇതിനകത്ത് പറയാവുള്ളൂ. ദുർഗ ചെയ്ത പോർഷൻ കറക്റ്റ് ദുർഗയാണ് ചേച്ചി, രേവതി.
ഭാഗ്യക്കനെ മനസ്സിലായി, പക്ഷെ അതിനുശേഷം സംസാരിച്ച ആരെന്ന് മനസ്സിലായില്ല. അത് മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ് ഇപ്പോൾ അവർ കൂട്ടുപിടിച്ചിരിക്കുന്നത്. അതിൽ കുറേ പേര് ആദ്യം പറഞ്ഞു, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു ഫെഫ്ക, അതിൽ പവർ ഗ്രൂപ്പിലെ ആൾക്കാർ അതിനകത്തുണ്ട്, ഫെഫ്കയിലുണ്ട്, അവർ പ്രശ്നമാണ് എന്നുള്ള രീതി സംസാരിച്ചതിന് ഒപ്പോസിഷനായിട്ട് അവർ പറഞ്ഞതാണ്. ആകെ മൊത്തത്തിൽ എന്താണെന്നറിയാം, ഇവർ തമ്മിലുള്ള വഴക്കാണ്. ഇതിനകത്ത് ഫെഫ്കയെ ഒഴിവാക്കണമെന്നാണ് ഭാഗ്യലക്ഷ്മിയുടെ ആവശ്യം. അതെന്താ ആവശ്യമാണോ എന്താ? ഫെഫ്കയിലുള്ളവന്മാർ പിടിച്ചാൽ കുഴപ്പമില്ലയോ? അത് കുഴപ്പമില്ല എന്ന്. അമ്മയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവർ ടാർഗറ്റ് ചെയ്തവരൊക്കെ സേഫായി. മമ്മൂട്ടി സേഫ്, മോഹൻലാൽ സേഫ്, സുരേഷ് ഗോപി സേഫ്. ഇവർക്ക് 3 പേർക്ക് ഇതുവരെയും കിട്ടിയില്ല. ബാക്കിയുള്ള ചെറുവാണങ്ങൾക്ക് എല്ലാം കിട്ടി. എല്ലാ പൂക്കുറ്റി റോക്കറ്റുകളും പെട്ടു. അത്രേ ഉള്ളൂ. ആരും മിണ്ടാത്തെന്ന് പറഞ്ഞാൽ ആർക്കും ഇവർക്കൊക്കെ എതിരെ സംസാരിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ വായി തുറന്നാൽ ആളെ വെച്ച് അവരെ ഒതുക്കുമെന്ന് അവർക്ക് അറിയാവുന്നുണ്ട്. എല്ലാവരും മിണ്ടാതിരിക്കണം. മൗനം വിദ്വാന് ഭൂഷണമെന്ന് കേട്ടിട്ടില്ലേ? അതാണ്. ഹായ് പ്രൈം സ്റ്റോക്സ്. I am a father. I can understand their problems. Protect and respect women. What happened to this dubbing artist? എന്തെല്ലാം സത്യമാണോ അറിയത്തില്ല. ഹായ് അമ്മേ. ചേച്ചി, ലക്ഷ്മി രാമകൃഷ്ണന്റെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. റിലേറ്റഡ് മീ ടു. ഹോപ്പ് യു വാച്ച് ഇറ്റ്. ലക്ഷ്മി പറയുന്നതാണോ? ദുർഗ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അതെ, അതോടെയാണ് അത് പുറത്തേക്ക് വന്നത്. ഫാസിൽ അത് സമ്മതിക്കുകയും ചെയ്തു. ഫാസിൽ പറഞ്ഞു അതെ ആ ഒരു പോർഷൻ ഡബ് ചെയ്തത് ദുർഗയാണെന്ന്. എന്നിട്ട് അവർക്ക് കിട്ടേണ്ടതാണ് ആ ഒരു അവാർഡും അതിൻ്റെ അകത്ത് കിട്ടുന്ന ആ തുകയും. അത് അർഹിക്കുന്നത് ആ സ്ത്രീക്കാണ്. ഈ പെണ്ണുമ്പോൾ അത് അടിച്ചു മാറ്റി. ഇത്രയും ദിവസമായിട്ട് അവർ സത്യമുള്ളവരാണ്, ഭയങ്കര ജെന്യൂൻ ആണെങ്കിൽ ഇവർ ഒന്ന് പറയണ്ടേ, എനിക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി, ഞങ്ങൾ 2 പേരും കൂടെ ചെയ്തതാണ്, 50-50 വേണ്ട, ഒരു പോർഷൻ ഒരു 10% പോട്ടെ, 5%, പാട്ട 2% കൊടുത്തൂടെ അവർക്ക്? ഇവർ കൊടുക്കാൻ തയ്യാറായോ? ഇല്ല. അപ്പൊ ഇവർ കള്ളിയാണെന്ന് ഇതിൽ പരം നല്ലൊരു വ്യക്തമായ ഒരു സാധനം വേറെ വേണം. നല്ല ഭൂലോക കള്ളിയാണ് ഈ സ്ത്രീ പറയുന്നതിനകത്ത് ഒരു ന്യായവുമില്ല. ഒരു രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഭാഗ്യലക്ഷ്മി പറയുന്നത്. ഭാഗ്യലക്ഷ്മിക്ക് താനെന്തോ മഹാസംഭവമാണെന്ന് തോന്നിയിട്ട് കിടന്നുള്ള തുള്ളിച്ചയാണ്. വാസ്തവത്തിൽ WCCയിലുള്ള പെണ്ണുങ്ങൾ ചിന്തിച്ചതുപോലെ ഒരു മീഡിയയിൽ, അതായത് ഒരു സംസ്ഥാനത്തെയും ഒരു സിനിമാ മേഖലയിലും ആരും ചിന്തിച്ചിട്ടില്ല. എല്ലാ മേഖലകളിലും അതിഭീകരമായ ചൂഷണമുണ്ട്. പ്രത്യേകിച്ച് സിനിമാ ഫീൽഡിൽ. ഫാഷൻ ഹബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു ഹിന്ദിയിൽ. അതിനകത്ത് ഇതിനെപ്പറ്റി കൂടുതൽ തന്നെയുണ്ട്. പക്ഷെ അതൊക്കെ എടുത്തു വെച്ച് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ സ്ത്രീകളെ ഏതൊക്കെ രീതി ചൂഷണം ചെയ്തിട്ടുണ്ട്. പിന്നെ പൂർണ്ണമായും നമ്മൾ ചൂഷകരെ മാത്രം പറയണ്ട, ചൂഷണത്തിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് നേരിടേണ്ടി വന്ന ഇരകളും അതിന്റെ ഭാഗങ്ങളാണ്. കാരണം അവർക്ക് കുറച്ച് ഒരു മര്യാദ ഒരു 50 പൈസയ്ക്ക് അടങ്ങിയ അത്തരത്തിൽ കിട്ടുന്ന റവന്യൂ വേണ്ട, അല്ലെങ്കിൽ അത്തരത്തിൽ കിട്ടുന്ന അവസരങ്ങൾ വേണ്ട എന്ന് വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കിടന്നു കൊടുത്തിട്ടാണെങ്കിൽ എനിക്കൊരു അവസരം വരട്ടെ, അവസരത്തിൽ കൂടെ എനിക്ക് മുന്നേറി വരാൻ സാധിക്കുമെങ്കിൽ സാധിക്കട്ടെ എന്ന് പറയുന്നില്ലേ, അതിൽ തന്നെ അവർ തെറ്റുകാരാണെന്ന് ഞാൻ പറയും. അൽവാർ എന്തോ തലേ കൈ വെച്ചിരിക്കുന്ന വൈ. ഏതായാലും ഭാഗ്യലക്ഷ്മിയുടെ ഈ പേക്കൂത്ത് ഞാൻ കുറെ നേരം കേട്ടിരുന്ന ലാസ്റ്റ് പോർഷനിലാണെന്ന് തോന്നുന്നു. നമ്മുടെ റീമയെ എടുത്തു വെച്ച അറുമാദികം. എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടില്ല ഇതുവരെ. ആ പെൺകുട്ടി പറഞ്ഞതിൽ എന്ത് വാസ്തവമാണുള്ളത്? ഞാൻ ഈ വർഷം ചെയ്തത് 2 പടങ്ങളാകെ. ഈ 2 പടത്തിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ 5-6 പടം ചെയ്തിട്ടുണ്ട്. ഈ 5-6 പടം ചെയ്തപ്പോൾ അവർ ചെയ്തത് ഇത് തന്നെയാവും. അതൊന്നും പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് രണ്ടാമതൊരു വാർത്ത വന്നു. ഞങ്ങളുടെ 2 പേരുടെ പേര് വെച്ചിട്ട് ഞങ്ങൾ തൊഴിൽ നിഷേധിച്ചു. ആരുടെ തൊഴിൽ നിഷേധിച്ചു? ഞങ്ങൾ എന്തിനു തൊഴിൽ നിഷേധിക്കണം? ഈ 10-20 ചില്ലാനം പടം ഒരു വർഷം റിലീസായി ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അതിൽ 2 പടത്തിലാണ് ഞാൻ വർക്ക് ചെയ്തത്. 12 മാസത്തിലാണ്. അതിൽ 2 പടമാണ് ഞാൻ വർക്ക് ചെയ്തത്. ബാക്കി ഇത്രയും പടം ആര് വർക്ക് ചെയ്തു? ഏതൊക്കെ നിശ്ചയിച്ച് വർക്ക് ചെയ്തു? ഇതൊന്നും ചോദിക്കാതെ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ 2 പേരുടെ പേരുകൾ വ്യക്തമായിട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾ അതെല്ലാം ഷൂട്ട് ചെയ്ത് ഞങ്ങളോടൊരു നിജസ്ഥിതി പോലും ചോദിച്ചിട്ടില്ല. ഞങ്ങളുടെ പേരെടുത്ത് പറയാൻ എന്ത് അവകാശമാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങളുടെ വീട്ടിലുള്ള അമ്മയും പെങ്ങന്മാരെല്ലാവരും ഇവരെല്ലാവരും തൊഴിൽ പോണതല്ലേ? അപ്പൊ ഞങ്ങളെ പോലെയുള്ള ആൾക്കാരെ ഇങ്ങനെ ആക്ഷേപിക്കാമോ? ഇനി ആൾക്കാരുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ. അപ്പൊ ഞങ്ങളെ കുറിച്ച് ഇങ്ങനെ ആശയം വരുമ്പോൾ അവർക്ക് കൂടിയാണ് നടക്കിയത്. എല്ലാ ചാനലിലും മാറി നിങ്ങൾ ഈ അവരുടെ വർത്തമാനം കേട്ട് പറഞ്ഞു. പക്ഷെ ഞങ്ങളോട് ആരോട് നിങ്ങൾ പോകും? മുഖ്യമന്ത്രിക്ക് വനിതാ കമ്മീഷൻ എവിടെ വേണമെങ്കിലും ഞങ്ങൾ പെറ്റീഷൻ കൊടുക്കും. ഇതിന് ഈ പറഞ്ഞതിനുള്ള സത്യാവസ്ഥ എന്താണെന്ന് ഈ പെൺകുട്ടി വെളിപ്പെടുത്തണം. ഈ ഹെയർ സ്റ്റൈലിസ്റ്റുമാരെ ആർക്ക് ഫേവർ ചെയ്തിട്ടാണ് ഞങ്ങൾ വർക്ക് പിടിക്കണമെന്നുള്ളത് അവർ ഞങ്ങൾ തെളിവ് സഹിതം ഞങ്ങൾക്കുണ്ടെന്നല്ല. മറ്റൊരു കാര്യം, മലർന്ന് കിടന്ന് തുപ്പണ്ട എന്ന് പറയുന്നവർ ഇപ്പോഴും അത് ഏത് സിനിമ സെറ്റെന്നോ ആരുടെ പടമായിരുന്നു എന്നൊന്നും അവർ പറയുന്നില്ല. ഇപ്പോഴും അവർ മലർന്ന് കിടന്ന് തന്നെയാണ് തുപ്പുന്നത്. ഞാൻ ചെന്നൈയിലെ ചില മാധ്യമങ്ങൾ അവരോട് ചോദിക്കുന്നു, കേരളത്തിലെ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ എന്തിനത് ചെയ്യണം? അവരെ സംരക്ഷിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. എനിക്ക് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമൊന്നുമില്ല എന്ന് പറയുന്ന സ്ത്രീകളാണ് ഇവിടെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷെ എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്
എന്റെ പേര് മഞ്ജുഷ രാധാകൃഷ്ണൻ. ഞാൻ കോസ്റ്റ്യൂം ഡിസൈനറാണ്. ഞങ്ങൾ 34 ഒരു പെണ്ണിന് പ്രസിഡന്റ് അവരെല്ലാവരോടും ഒന്നിച്ചിരിക്കുന്നത്. അപ്പുറത്തേക്കുന്നേ പെണ്ണാണ്, അതും കൂടെ ഓർത്തോണം കേട്ടോ. അതാണ് ഇതിനകത്തെ ക്ലാസ് കോമഡി. അപ്പുറത്തേക്കുന്ന ശിഖണ്ഡി എന്നാണ് ഇവള് പറഞ്ഞതിന്റെ അർത്ഥം. നടത്തിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ FK മീറ്റിംഗ്. അത് ഞങ്ങളൊരു തീരുമാനം, ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പല വിഭാഗങ്ങളിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ. ഹെയർ സ്റ്റൈലിസ്റ്റ്, ഡബിംഗ്, മേക്കപ്പ് ആർട്ടിസ്റ്റ്, അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും. ഞങ്ങൾ അത് മൂടിക്കളഞ്ഞു, നല്ല കാര്യമുണ്ടാ. അങ്ങനെ പറയരുത്, നമുക്കത് മൊത്തം കാണണം. മര്യാദയ്ക്ക് ഇട്. ഇപ്പോഴും അവർ മലർന്നു കിടന്നു തന്നെയാണ് തുപ്പുന്നത്. ഞാൻ തമിഴ് പെണ്ണിന് വേദനിച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വേദനിക്കും. ഒരു പെണ്ണിനെതിരെ ഒരു ആരോപണം ഉണ്ടായാൽ ഞങ്ങൾ എല്ലാവരും അത് ഒറ്റക്കെട്ടായി അവളോടൊപ്പം നിൽക്കും. അതിനാണ് ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത്. നമസ്കാരം, എന്റെ പേര് മഞ്ജുഷ രാധാകൃഷ്ണൻ. ഞാൻ കോസ്റ്റ്യൂം ഡിസൈനറാണ്. ഞങ്ങൾ 34 നടത്തിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ FK മീറ്റിംഗ്. അത് ഞങ്ങളൊരു തീരുമാനം, ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പല വിഭാഗങ്ങളിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ. ഹെയർ സ്റ്റൈലിസ്റ്റ്, ഡബിംഗ്, മേക്കപ്പ് ആർട്ടിസ്റ്റ്, അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും. ഞങ്ങൾ അങ്ങനെ WCC അംഗങ്ങൾ പോയി മുഖ്യമന്ത്രി കാണാൻ പോവുകയാണ്. മനസ്സിലായ? എന്തുകൊണ്ടെന്നറിയാമോ? അതെന്തിനാണെന്നറിയാമോ? അവർ കാണാൻ പോണത് വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു WCC കൊണ്ടുവന്നതിന് ശേഷം ഇപ്പൊ അവർക്കെതിരെ ഇവരെല്ലാവരും കൂടെ തിരിയുന്നത് കൊണ്ട് അത് ശരിക്കും വെരിഫൈ ചെയ്ത ശേഷം കൃത്യമായി നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയെ കാണുമെന്നാണ് അവർ പറയുന്നത്. മൊത്തത്തിൽ മുഖ്യമന്ത്രിയോട് എഴുന്നേറ്റ് ഓടാനാണ് ചാൻസ്. ഇവരും അങ്ങോട്ട് ചെല്ലും, അവരും അങ്ങോട്ട് ചെല്ലും. ആഭ്യന്തര വകുപ്പാണെങ്കിൽ വേറെ ആർക്കും കൊടുത്തിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് അൻവർ അണ്ണനാണെങ്കിൽ എന്തൊക്കെ കൊനഷ്ടൊപ്പിച്ചുകൊണ്ട് വന്നിട്ട് ഐത്തിന്റെ മേലെ തേറുന്നുണ്ട്. ഐത്തണ്ണനാണെങ്കിൽ ഇതൊക്കെ തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, yes sir എന്ന് പറഞ്ഞ് വോയിസ് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ കസേരയ്ക്ക് നല്ല ആട്ടമുണ്ട്. എന്തൊരു നടക്കുമോ എന്തോ. പക്ഷെ സത്യം പറഞ്ഞാല് സർക്കാരിന് നല്ല കൈയുണ്ട് കേട്ടോ. ഇതൊക്കെ സർക്കാരിന് അറിയാമായിരുന്നല്ലോ, പ്രത്യേകിച്ച് മുകേഷിന്റെ കാര്യം സർക്കാരിന് നല്ല പോലെ അറിയാമല്ലോ. അതിനകത്ത് പരാതി കൊടുത്തവർ മുകേഷിനെതിരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. മുകേഷിനെയും ഗണേഷിനെയും സേവ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ സാധനം മുൻപോട്ട് കൊണ്ടുവരാതെ ഇത്രയും ദിവസം പിടിച്ചു വെച്ചിരുന്നത്. ഹേമ കമ്മിറ്റി ഇപ്പോൾ ഒരു ബോംബാക്കി കൊണ്ടുവന്നിട്ടിരിക്കുന്നത് എന്തോ മറയ്ക്കാനാണെന്നുള്ള ഒരു കിംവദന്തിയുണ്ട്. അതിന്റെ വാസ്തവമൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. ആകെ മൊത്തത്തിൽ ജഗ പുക. മറീന തോമസ്, ഒരു ഉപയോഗവുമില്ലാത്ത സാധനം. നീയല്ലേ? മനസ്സിലായി. നീ ആരാടി? അതറിയാതെ ഇവിടെ വന്നിരിക്കുന്നെങ്കിൽ ഒന്നും ഞാൻ പറയാൻ പറ്റില്ല. അതിന് നമുക്കൊന്നും അഭിപ്രായമില്ല. അത്തുസ്ലോഗ് മെറീന, നീ ആരാ? അതൊരു ചോദ്യം. മെറീന, നീ അതിനുള്ള മറുപടി പറഞ്ഞിട്ട് പോ. നീ ആരാ? അൻവർ ഇഷ്യൂ ബ്രീഫ് ചെയ്യാമോ? അൻവർ ഇഷ്യൂവിന്റെ വിഷയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളി ഇപ്പം റീസെന്റ് ജോയിന്റ് ആയതായേ ഉള്ളൂ CPM പാർട്ടിയിലേക്ക്. മുൻപ് പുള്ളി പാർട്ടിക്കാരനൊന്നും അല്ല. പക്ഷെ അവിടെ അയാളുടെ ഒരു ചുറ്റുപ്രദേശവും കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ പുള്ളി അത്യാവശ്യം അക്സെപ്റ്റൻസ് ഉള്ളൊരു ജനകീയനായ ആളാണ്. പുള്ളിയുടെ ഈ കണ്ടെത്തല് പുള്ളി പോലീസിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളി കണ്ടെത്തുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മുടെ ADGP ആൻഡ് ടീം, അവർക്ക് ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുണ്ട്. അത്യാവശ്യം അറിയാല്ലേ, പൈസ വാങ്ങിയിട്ടുള്ള ക്രയവിക്രയ ഇത്യാദി കർമ്മങ്ങളിൽ അവർക്ക് ബന്ധമുണ്ടെന്ന് പുള്ളി എവിഡൻസ് ഉൾപ്പെടെ കൊണ്ടുവന്ന് തെളിയുകയാണ്, വെക്കുകയാണ്. അത് ഉൾക്കൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളാം. ഞാൻ അൻവറിനെ വിശ്വസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇത് 2 ഗ്രൂപ്പുണ്ട്. അത് നമ്മുടെ ഒലീവിയ വിഷയം വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. 2 വിഭാഗമുണ്ട് പാർട്ടിയിൽ. അതിലൊരു വിഭാഗം പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നൊരു വിഭാഗം. അത് അൻവർ പറയുന്നത് കറക്റ്റാണ്. ആ വിഭാഗം ഈ പാർട്ടിയുടെ പ്രതിച്ഛായ നശിപ്പിക്കും. പാർട്ടിയെ ഇഷ്ടപ്പെടുന്നവരും പാർട്ടിയെ അത്രയും ഉൾക്കൊണ്ട് നിൽക്കുന്നവരും പാർട്ടി വിട്ടുപോകാൻ അത് കാരണമാകും. അത് അൻവറിന് മനസ്സിലായിട്ടുണ്ട്, ആരോ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വിഭാഗമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊന്നും ബാധകമല്ലാതെ ആ ഒരു പാർട്ടിയുടെ എന്താണോ അതിന്റെ ശരിക്കുള്ള അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഇതിൽ ജീവിക്കുന്ന കുറെ മനുഷ്യരുണ്ട്. അവരാണ് പാർട്ടിയുടെ നട്ടെല്ല്. അത് മനസ്സിലാക്കാതെ പ്രഷർ ഗ്രൂപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ പ്രീണനവും അനാവശ്യമായിട്ടുള്ള ആൾക്കാരുടെ ഇടപെടലുകൾ. ഇപ്പം ഞാൻ പറയാം, എനിക്കുണ്ടായിരുന്നു ജെട്ടി ജിനു എന്നോട് ചെയ്ത് വലിയ ക്രൈമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എത്രയോ വീഡിയോസിലിരുന്ന് അപരാധിച്ച് വിട്ടു ഇല്ലേ? നമ്മൾ കൊണ്ടുപോയി ഒരു കേസ് കൊടുത്തപ്പോൾ അതിൽ ഇടപെട്ടത് പാർട്ടിക്കാരാണ്. ഞാൻ പാർട്ടിക്കാരിയാ, പാർട്ടിക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ എവിടെ നിൽക്കുന്നു, അവൻ പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞ ഉടനെ പാർട്ടിയുടെ ആൾക്കാർ വിളിച്ച് അവനെ സേവ് ചെയ്യാൻ അത്രയും കൂടുതൽ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട്, അതായത് നിങ്ങൾ ക്ലബ് ഹൗസ് സ്പീച്ച് കേട്ടാലേ നിങ്ങൾക്കത് മനസ്സിലാവും. പല പ്രാവശ്യം പാർട്ടിക്ക് വക്കാലത്ത് പിടിച്ചിട്ട് ഞാൻ കേൾക്കാത്ത തെറിയില്ല, അറിയാമോ? അമ്മാതിരി പാർട്ടിക്ക് വേണ്ടി നിന്ന വ്യക്തിയാണ് ഞാൻ. എനിക്ക് പോലും ഏർപ്പെട്ടത് ഇതാണ്. ആ ഒരു വിഭാഗം പണം വാങ്ങിച്ചിട്ട് ചെയ്യുന്ന ചെയ്ത്താണ്. അതേപോലെ തന്നെ ഒലീവിയ വിഷയം, അതിനകത്തും ഇത് തന്നെയാണ്. ഈ ഒരു വൃത്തികേട്, അതായത് പൈസ വാങ്ങിയിട്ട് അവന്റെ ആ തോന്നിവാസത്തിന് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്.
ഇങ്ങനെ ഒരു വിഭാഗം പാർട്ടിയിലുള്ളത് പാർട്ടിക്ക് അപമാനമാണ്. തൊഴിലാളി വർഗ പാർട്ടിയാണ്, സർവ്വരാജ തൊഴിലാളികളെ സംഘടിക്കൂ എന്നാണ് എന്റെ ശ്ലോകം പോലും. അത് മറന്നുകൊണ്ട് തൊഴിലാളികൾക്ക് ഏർപ്പെടുന്ന ഏറ്റവും ഹീനമായ ഒരു അവഹേളനത്തിനെ അനുകൂലിക്കുന്ന, അതിനെ മൈൻഡ് ചെയ്യാതെ നെഗ്ലക്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഈ പാർട്ടി എന്ന് ഞാൻ പറയും. അത് എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. അത് അൻവർ പറയുന്നു, അൻവറിനും അത് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് പുള്ളി അത് പറയുന്നു. അതുകൊണ്ട് പുള്ളി പറയണത് വളരെ സത്യമാണ്. പുള്ളി അതിനാണ് കോംപ്രമൈസിന് വിളിച്ചിട്ടുള്ളത്. പുള്ളി കോംപ്രമൈസിന് പോകത്തില്ല, ബട്ട് സൈലന്റ് ആകാനാണ് ചാൻസ്. അത് പേടിച്ചിട്ടല്ല, പാർട്ടിയോടുള്ള റെസ്പെക്റ്റ് ആയിരിക്കും. കാരണം നമ്മൾ എൻഡ് ഓഫ് ദ ഡേ നമ്മളെയും പാർട്ടിക്കാർ വിളിച്ചിങ്ങനെ തന്നെ പറയും. അപ്പോഴും നമ്മൾ സൈലന്റ് ആവുന്നത് പാർട്ടിയോടുള്ള റെസ്പെക്റ്റും ഉണ്ടാണ്, അല്ല പാർട്ടിയെ പേടിച്ചിട്ടല്ല. പേടിക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ. അങ്ങനെയുള്ളവർക്ക് കമ്മ്യൂണിസത്തിൽ ഒരു വാല്യൂ ഇല്ല. പേടി കമ്മ്യൂണിസത്തിന്റെ പരിപാടിയല്ല, പേടിക്കാൻ പാടില്ല. പക്ഷെ പാർട്ടി അനുസരിക്കും. പാർട്ടി വിലക്കിയാൽ സൈലന്റ് ആവും, സ്വമേധയാ നമ്മൾ ഒഴിഞ്ഞു മാറും. കാരണം പാർട്ടിയാണ് പറയുന്നത്. പാർട്ടിക്ക് ഇതിനകത്ത് തിരിച്ചടികൾ വരാൻ ചാൻസ് ഉണ്ട്. തൽക്കാലം മിണ്ടാതിരിക്കുന്നു, നമ്മൾ മിണ്ടാതിരിക്കും. എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ചില നേരം ഞാൻ തിരിഞ്ഞു നല്ല പറയും. പാർട്ടി ആയാലും പാർട്ടിയുടെ അച്ഛനായാലും എന്റെ വായെന്ന് കേൾക്കും. ഞാൻ അങ്ങനെ ഒരു വിഷയം വിട്ടു കൊടുക്കത്തില്ല. ബട്ട് സ്റ്റിൽ ഡു കെയർ അബൌട്ട് മൈ പൊളിറ്റിക്സ്, അത്രേ ഉള്ളൂ. ഭാഗ്യലക്ഷ്മി ആ ഇന്റർവ്യൂവിൽ റിമയെ പറ്റി ഒന്നും പറയുന്നില്ല. തമിഴ് സ്റ്റാർ രാധികയെ കുറിച്ചാണ് പറയുന്നില്ല. അതിന്റെ കുറച്ച് ഭാഗമല്ലേ നിങ്ങൾ കേട്ടോളൂ. അതിന്റെ ഫുള്ളിൽ പറയുന്നുണ്ട്. റീമയെ പറ്റി വ്യക്തമായി പറയുന്നു. റീമ അതിനകത്ത് നടന്ന പാർട്ടിയെ പറ്റി പറയുന്നു. രണ്ടാമത് അതിന്റെ ചെറിയ കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പറയുന്നുണ്ട്. ആരാ പറയുന്നില്ലെന്ന് പറയുന്നുണ്ട്. നിങ്ങളത് കേട്ടു. ഞാൻ ആദ്യം പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. റീമയെ പറ്റി പറയുന്നുണ്ട്. ഇത്താന്റെ മോൾ എവിടെ? എന്റെ മോളാ? എനിക്ക് മോളില്ലടി. ആരാ പറഞ്ഞ എനിക്ക് മോളുണ്ടെന്ന്? PV അൻവറിനെ പറ്റിയാണോ പറയണത്? തൽക്കാലം PV അൻവറിനെ പറ്റി തന്നെയാണ് പറയണത്. അവർ എന്നോട് ഇന്ന് രാവിലെ ചോദിക്കാം, ഞങ്ങളുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്താൽ ഈ പോതല്ലേ ഒരു ആത്മഹത്യ ചെയ്ത് എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ അമ്മ എന്തരേ മരീന സുനിൽ, നിനക്ക് ഡെയിലി ആണോ അതോ മന്ത്ലി ആണോ വേജസ്? നിനക്ക് ഡെയിലി ആണോ അതോ മന്ത്ലി ആണോ വേജസ്? കിടന്നു കൊടുത്താണോ കാശുണ്ടാക്കുന്നത് അതേ അമ്മയെ കൂട്ടി കൊടുത്തിട്ടാണോ? എന്താന്ന് വെച്ചാൽ അത് നീ ഓപ്പണായിട്ട് പറ. മെറീനയുടെ തലയിലോട്ട് കയറാനായിട്ട് വന്നിരിക്കുകയാണ്. മോഹൻലാലിനെ വിളിച്ചു, മമ്മൂട്ടിയെ വിളിച്ചു, നിവർക്കൊന്നും പറയാനൊന്നുമില്ലേ? കൊടുത്തിട്ടാണ് നമ്മൾ സാധനം വാങ്ങിക്കേണ്ടത്. അല്ലാണ്ട് ഇപ്പോഴും അത് ഏത് സിനിമ സെറ്റ് എന്നോ ആരുടെ പടമായിരുന്നു എന്നൊന്നും അവർ പറയുന്നില്ല. ഇപ്പോഴും അവർ മലർന്നു കിടന്ന് തന്നെയാണ് തുപ്പുന്നത്. ഞാൻ ചെന്നൈയിലെ ചില മാധ്യമങ്ങൾ അവരോട് ചോദിക്കുന്നു, കേരളത്തിലെ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിച്ചില്ല എന്ന് ചോദിച്ച പാർട്ടിയാണ്. ഞാൻ എന്തെങ്കിലും ചെയ്യാം, അവരെ സംരക്ഷിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. എനിക്ക് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമൊന്നുമില്ല എന്ന് പറയുന്ന സ്ത്രീകളാണ് ഇത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷെ എനിക്ക് അവരെ ചിന്തിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിൽ ഈ വീഡിയോയുടെ മുമ്പിൽ പേര് പറയാത്തവർ പോലും വന്നിരിക്കുന്നത്. എന്താണെന്നറിയോ? ഒരു പെണ്ണിനെ വേദനിച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വേദനിക്കും. ഒരു പെണ്ണിനെതിരെ ഒരു ആരോപണം ഉണ്ടായാൽ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി അവരോടൊപ്പം നിൽക്കും. അതിനാണ് ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത്. മോഹൻലാൽ പോരെ, അതിന്റെ ക്യാപ്ഷൻ തന്നെ അത് തന്നെയാണ്. റീമയ്ക്കും ആഷിഖ് അബുവിനും എതിരെ പൊട്ടിത്തെറിച്ച് ഭാഗ്യലക്ഷ്മി ഉണ്ട് കേട്ടാ. കണ്ടുപിടിക്കാൻ പറയരുത്, അതിനകത്തുണ്ട് കേട്ടോ. ഹായ് മാം, ഹൗ ആർ യു? ഹായ് സർ, ഡിഫമേഷൻ സൂട്ട് ഫയൽ ചെയ്യണം. ചുമ്മാ ആണ് പറയുന്നതെങ്കിൽ അത് ചെയ്യുമല്ലോ, അവരൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. താങ്ക്സ് ചേച്ചി. ഒരുപാട് വീഡിയോസ് കണ്ടിട്ടും എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ആണോ? റീമ ഫ്രോഡ്.
റീമ മയക്കുമരുന്ന് അടിക്കുന്നെന്നുള്ളതല്ല നമ്മുടെ ചർച്ചാ വിഷയം. റീമയ്ക്ക് മയക്കുമരുന്ന് കഴിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. റീമ മയക്കുമരുന്ന് കഴിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോൾ നമ്മൾ തർക്കിക്കുന്ന എന്തിനാ? അവളുടെ സ്വാതന്ത്ര്യമല്ലേ, അതിനകത്ത് നിങ്ങൾ ചോദ്യം ചെയ്യുന്ന എന്തിനാ? ശരി, നമുക്കൊരു 7 മണിക്ക് ഞാൻ വീണ്ടും വരാം കേട്ടോ. തൽക്കാലം ഇതേ ഉള്ളൂ. ടാറ്റാ.